الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കുന്നതിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദീൻ പാലിച്ചുകൊണ്ട് ജീവിച്ച മുൻഗാമികളായ സലഫുകൾ, സാലിഹീങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ പഠിക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ഖുർആനിലെ 1/3 എന്ന് ചിലർ പറഞ്ഞു അത് ചരിത്രമാണ്. അതിൽ തന്നെയും പ്രധാനമായും ഉള്ളത് നബിമാരുടെ ചരിത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ധാരാളം തവണ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിമാരുടെ ചരിത്രം, സ്വാലിഹീങ്ങളുടെ ചരിത്രം, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ഈ ചരിത്രങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വിവരിക്കപ്പെടുന്നു. എന്തിനു വേണ്ടിയാണിത്? കാരണം ചരിത്രം ആശയങ്ങൾ കൈമാറാൻ, പാഠങ്ങൾ പകർന്നു നൽകാൻ ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്ന വഴിയാണ്. ജനങ്ങൾക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ, അത് കേൾക്കുന്നതിനേക്കാൾ ചരിത്രം കേൾക്കാൻ താല്പര്യമുണ്ടായിരിക്കും. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുന്നതും ഇതിൽ പെട്ടതാണ്. സാലിഹീങ്ങളുടെ ചരിത്രം വായിക്കുക എന്നതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപകാരം, ഒന്നാമത്തെ കാര്യം, ഒരിക്കലും നമ്മൾ ചരിത്രം കേൾക്കുന്നത് വെറുതെ കഥ കേൾക്കാനല്ല, മറിച്ച് ആ കഥയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും. സാലിഹീങ്ങളുടെ ചരിത്രമാണ് കേൾക്കുന്നത് എങ്കിൽ അവരെ മാതൃകയാക്കുന്നതിനു വേണ്ടിയുമാണ്. അതിലൊന്നാമത്തെ കാര്യം, മുൻകഴിഞ്ഞ മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത്, കേൾക്കുന്നത് അവരെ നമ്മൾ മാതൃകയാക്കുന്നതിന് വേണ്ടിയാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അലൈക്കും ബി മുലാഹദതി സിയരി സലഫ്. സലഫുകൾ, മുൻഗാമികളുടെ ചരിത്രം വായിക്കുക എന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വമുതാലഅതി തസാനീഫിഹിം വഅഖ്ബാരിഹിം. അവരുടെ കിതാബുകൾ വായിക്കുന്നത് പോലെ അവരുടെ ചരിത്രങ്ങൾ പഠിക്കാനും ശ്രദ്ധിക്കണം. അത് അവരുടെ മാതൃക ജീവിതത്തിൽ പകർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം ജനങ്ങളോടൊപ്പം അധികം ഇരിക്കാറുണ്ടായിരുന്നില്ല. നിസ്കാരം കഴിഞ്ഞാൽ ആളുകളോടൊപ്പം ഇരിക്കില്ല, പെട്ടെന്ന് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അലാ തസ്തൗഹിഷ്, വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റക്കായി പോകില്ലേ? ഏകാന്തത അനുഭവിക്കാറില്ലേ? ഞങ്ങളോടൊപ്പം ഇരിക്കുന്നത് കാണുന്നില്ല, എപ്പോഴും ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, കൈഫ അസ്തൗഹിഷ് വഅന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി. എനിക്കെങ്ങനെ ഏകാന്തത അനുഭവപ്പെടാനാണ്? ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും അവിടുത്തെ സഹാബിമാരോടൊപ്പവുമാണ്. എങ്ങനെയാണ് അവരോടൊപ്പമാകുന്നത്? അവരുടെ ചരിത്രം വായിച്ചുകൊണ്ടാണ്. ഞാൻ അവരോടൊപ്പമാണ് ഉള്ളത്. വഅൻതും തഗ്താബൂന അന്നാസ്. നിങ്ങളാകട്ടെ ജനങ്ങളുടെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഉപകാരമുള്ളത് നബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊപ്പം ഇരിക്കുക എന്നതാണ്. മുൻഗാമികളുടെ ചരിത്രം വായിക്കുന്നതിൽ ഒരു പ്രധാന ഉപകാരം അവരെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കും എന്നതാണ്. 2, ഹൃദയം നന്നാക്കാൻ, അമലുകൾ നന്നാക്കാൻ സലഫുകളുടെ ചരിത്രം അല്ലെങ്കിൽ നല്ല ആളുകളുടെ ചരിത്രം കേൾക്കുക എന്നത് ഹൃദയം നന്നാകാനും അമലുകൾ നന്നാക്കാനും ഏറെ സഹായിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചുറ്റുപാടും കാണുന്നതെല്ലാം നിസ്കരിക്കാത്ത ആൾക്കാരെയോ
അതല്ലെങ്കിൽ ദീന് പാലിക്കാത്ത ആളുകളെയോ ആണെങ്കിൽ പൊതുവെ മനുഷ്യർ ചുറ്റുപാടുള്ളവരെ നോക്കിക്കൊണ്ട് അവനവൻ്റെ അവസ്ഥ ന്യായീകരിക്കും. അവൻ നിസ്കരിക്കുന്നേ ഇല്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അവൻ ജമാഅത്തിനെത്തുന്നില്ല. എന്നാൽ ഒരു മനുഷ്യൻ സാലിഹീങ്ങളുടെ ചരിത്രം വായിച്ചാൽ അവന് മനസ്സിലാകും അവൻ്റെ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയിട്ടില്ല, അവൻ എത്രയോ പിന്നിലാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്താൻ സലഫു സാലിഹീങ്ങളുടെ ചരിത്രം വായിക്കുന്നത് സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് പലരും പറഞ്ഞതായി കാണാം, മുൻഗാമികളുടെ ചരിത്രം വായിക്കുന്നത് മനുഷ്യൻ നന്നാകാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. മുഹമ്മദ് ബിൻ യൂനുസ് അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു ലിൽ ഖൽബി അൻഫഅ മിൻ ദിക്രി സ്സാലിഹീൻ. സാലിഹീങ്ങളുടെ ചരിത്രം വായിക്കുക എന്നതിനേക്കാൾ ഹൃദയത്തിന് ഉപകാരം നൽകുന്ന മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഖൽബ് നന്നാക്കാൻ അത് സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സാലിഹീങ്ങളെ കുറിച്ചുള്ള സ്മരണ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നൽകപ്പെടാനുള്ള വഴികളിലൊന്നാണ്. ധാരാളം മുൻഗാമികൾ ഇത് പറഞ്ഞതായിക്കാണ്. കഴിഞ്ഞുപോയ സാലിഹീങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുന്നതും അവരെക്കുറിച്ച് വിവരിക്കുന്നതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നൽകപ്പെടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് എന്ന് ധാരാളക്കണക്കിന് മുൻഗാമികൾ പറഞ്ഞതായി കാണാം. ചിലർ പറഞ്ഞു, സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇൻദ ദിക്രി സ്സാലിഹീൻ തൻസിലു റഹ്മ. സാലിഹീങ്ങളെ കുറിച്ച് സ്മരിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ഇറങ്ങുന്നതാണ്. മുൻഗാമികളായ നല്ല മനുഷ്യർ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മുൻഗാമികൾ, അവരെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ഇറങ്ങുന്നതാണ്. അപ്പം അത് ഹൃദയത്തിന് നൽകപ്പെടാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരസ്ഥമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കുക എന്ന്. അതുപോലെ തന്നെ മുൻഗാമികളുടെ ചരിത്രം വായിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഉപകാരം അവരോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഉണ്ടാകുമെന്നതാണ്. എന്താണ് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള ഖൈർ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു അറാബി വന്നെത്തി. അദ്ദേഹം ചോദിച്ചു, മതസ്സാഅ, അന്ത്യനാൾ എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചു ചോദിച്ചു, മാദാ അഅദത്ത ലഹ, നീ അന്ത്യനാളിന് വേണ്ടി എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ഉമാ അഅദത്തു ലഹാ ബികസീർ, ഞാൻ ധാരാളം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്, ഞാൻ ആകെ എൻ്റെ അടുത്തുള്ളത് ഞാൻ അള്ളാഹുവിനെയും എൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അവരോട് ഇഷ്ടമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, എങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പം ആയിരിക്കും പരലോകത്തുണ്ടാവുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ആ ഹദീസ് ഞങ്ങൾ കേട്ട ദിവസം ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ച ദിവസങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ട് അനസ് ഇബ്നു മാലിക് അദ്ദേഹം പറഞ്ഞു, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും അമല് എനിക്കില്ല, പക്ഷെ ഞാൻ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നുണ്ട്. അർജു അൻ അകൂന മഅഹും, അതുകൊണ്ട് അവരോടൊപ്പം നാളെ പരലോകത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സാലിഹീങ്ങളുടെ ചരിത്രം കേൾക്കുന്നവരോടുള്ള സ്നേഹം അധികരിക്കാൻ കാരണമാകും. അവരോടുള്ള സ്നേഹം പരലോകത്ത് നീ അവരോടൊപ്പമായി തീരാൻ കാരണമാകുന്നതാണ്. അതുപോലെ തന്നെ സാലിഹീങ്ങളുടെ ചരിത്രം വായിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഉപകാരം, അവനവൻ്റെ അമലുകൾ കൂടുതൽ അതിലൊരു മാതൃക കണ്ടെത്താൻ, എങ്ങനെ പ്രവർത്തിക്കണം, അവരുടെ ജീവിതം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രാവർത്തിക രൂപമാണ്. എങ്ങനെയാണ് നന്മയുടെ വഴികൾ പലതും അവർ പുതിയത് കാണിച്ചു തന്നിട്ടുണ്ട്. അയൽവാസികളെ സഹായിക്കുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, തവക്കുലിൻ്റെ കാര്യത്തിൽ, ഇതൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ തവക്കുൽ ഖുർആനിൽ കുറേ തവണ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അത് നിർബന്ധമാണെന്നതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ മുൻഗാമികളിൽപ്പെട്ട ഒരാളുടെ തവക്കുലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത്, ഇതാണ് തവക്കുലിൻ്റെ രൂപം. നമ്മുടെ ജീവിതത്തിൽ സമാനമായൊരു സാഹചര്യം വന്നാൽ ഈ ചരിത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനം കൂടി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവസാനത്തെ കാര്യം അതാണ്, അവനവൻ്റെ അമലുകളിൽ ഗുറൂറിലാകാൻ, അവനവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് വഞ്ചിതരായി പോകുന്ന അവസ്ഥയിൽ നിന്ന് സാലിഹീങ്ങളുടെ ചരിത്രം വായിക്കുന്ന നമ്മൾ രക്ഷപ്പെടുത്തും.
ചില സമയത്ത് വളരെ മുൻഗാമികളുടെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് അത്രയും പഴയ ആൾക്കാരല്ലേ. അപ്പം ഇപ്പോഴത്തെ ആൾക്കാരുടെ ചരിത്രം വായിക്കാം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചുപോയ പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, അവരുടെ ചരിത്രം വായിച്ചു നോക്കുക സഹോദരങ്ങളെ. അത് നമ്മുടെ അമലുകൾ, നമ്മുടെ നിസ്കാരം വരെ നന്നാക്കി കളയും. നമ്മുടെ അമലുകൾ മാറ്റുന്നതിന് വലിയ സഹായകരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് അവരുടെ ചരിത്രം ഇടക്ക് വായിക്കുക എന്നുള്ളത്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു, ദീനിൻ്റെ മസ്അലകൾ മാത്രം പഠിക്കുന്നതിൽ ഒതുങ്ങിയാൽ ചിലർക്ക് അത് ഹൃദയം കടുക്കാനാണ് കാരണമാവുക. എന്തുകൊണ്ടാണ്? ദീനിൻ്റെ പ്രശ്നം കൊണ്ടല്ല. കാരണം ഇവനിത് പഠിക്കും, മസ്അല പഠിക്കും, പക്ഷെ ഇവൻ അമൽ ചെയ്യൂല. അമലില്ലാതെ ദീനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയം കടുക്കാൻ ചിലപ്പോൾ കാരണമാകും. പക്ഷേ ദീൻ മസ്അലകൾ പഠിക്കുന്നതിനോടൊപ്പം മുൻഗാമികളുടെ ചരിത്രം കൂടി വായിക്കുന്നത് അമലുകൾ നന്നാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് കൂടിയും കുറഞ്ഞും ഉണ്ടാവാൻ പാടില്ല. ചില ആൾക്കാർ വെറും കഥ പറച്ചിൽ മാത്രമേ ഉണ്ടാവൂ. അഖീദ പഠിക്കൂല, ഫിഖ്ഹ് പഠിക്കില്ല, ദീനിൻ്റെ വിധിവിലക്കുകൾ പഠിക്കില്ല. കഥ കേൾക്കാൻ മാത്രം താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ട്, കഥ പറയാൻ മാത്രം താല്പര്യം കാണിക്കുന്ന ആളുകളുമുണ്ട്. അത് ശരിയല്ല. ഇതിന് രണ്ടിനുമിടയിൽ ഒരു ശരിയായ പദവിയുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ്. സാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ഥാനമുണ്ട്. കാരണം നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, ഔലിയാക്കളുടെ നേതാവ്, സ്വർഗത്തിലെ സയ്യിദ കുഹൂലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാർ അബൂബക്കറും ഉമറുമാണ് റളിയല്ലാഹു അൻഹുമ. അബൂബക്കറിലും ഉമറിലും ഏറ്റവും സ്ഥാനമുള്ളത് അബൂബക്കറിന് സിദ്ദീഖിനാണ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രം മുഴുവനായി പറയുക എന്നത് സാധ്യമല്ല. സാധ്യമാകുന്നത്ര വിവരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അബൂബക്കറിന് സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഉസ്മാൻ എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹ് എന്നതാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പിതാവിൻ്റെ പേര് ഉസ്മാൻ എന്നാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും പ്രസിദ്ധമായത് അവരുടെ പേരിനേക്കാൾ അവർക്ക് പ്രസിദ്ധി ഉണ്ടായിരുന്നത് അവരുടെ കുനിയത്തിനാണ്. അബ്ദുല്ലാഹ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും അദ്ദേഹം പ്രസിദ്ധനായത് അബൂബക്കർ എന്ന പേരിലാണ്. നമ്മൾ പല ആൾക്കാരും അബൂബക്കർ എന്നാണ് പറയാറുള്ളത്. അബൂബക്കർ അല്ല, അബൂബക്കർ എന്നാണ്. കാഫിന് സുക്കൂനാണ്. അബൂ ബക്കർ, അതാണ് ശരിക്കും പേര്, അങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അറിയപ്പെട്ടത് അബൂ ഖുഹാഫ എന്ന പേരിലാണ്. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ, അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹ്, ഉപ്പയുടെ പേര് ഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറാമത്തെ പ്രപിതാവ്, ആറാമത്തെ വല്ലിപ്പ, അവരിൽ അബൂബക്കറിന് സിദ്ദീഖിൻ്റെ നസബ് പരമ്പര ചേരുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നസബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബും ചേരുന്നത് എവിടെയാണ്? ആറാമത്തെ വല്ലിപ്പയിലാണ്. അവരുടെ ഉമ്മയുടെ പേര്, അബൂബക്കറിന് സിദ്ദീഖിൻ്റെ ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ എന്നാണ്. ഉമ്മുൽ ഖൈർ സൽമ ബിൻതു സഖർ. ഉമ്മുൽ ഖൈർ സൽമ ബിൻത് സഖർ. എന്നാണ് അബൂബക്കറിന് സിദ്ദീഖ് ജനിച്ചത്? ആമുൽ ഫീൽ കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കലഹത്തിൻ്റെ വർഷം. ആനക്കലഹത്തിൻ്റെ വർഷത്തിലാണ് ആര് ജനിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 2.5 വയസ്സ് എളുപ്പമുണ്ട് ആർക്ക്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എത്ര വർഷമാണ് അദ്ദേഹം ജീവിച്ചത്? 2.5 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പ്രായത്തിലാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മരണ കാരണമായി പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തി. മുൻഗാമി ചിലരുടെ കിതാബുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ചതിന് ശേഷം അതോർത്തുള്ള ദുഃഖത്തിൻ്റെ കാഠിന്യം കാരണത്താലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം പിന്നീട് ശോഷിക്കുകയും ആരോഗ്യം അവിടുന്ന് വഫാത്തായതിനു ശേഷം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായി കൊണ്ടിരിക്കുകയാണ് ചെയ്തത്.
അങ്ങനെ 2.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വഫാത്താകുന്നത് റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ടാണ് അബൂ ബക്കർ എന്ന് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടത്? ഒരഭിപ്രായമുള്ളത് അദ്ദേഹത്തിന് ബക്കർ എന്ന പേരിൽ ഒരു മകനുണ്ടായിരുന്നു എന്നാണ്. അതിന് കാരണമായി ചിലർ പറഞ്ഞു, ബുഖാരിയിലൊക്കെ വന്ന ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളുടെ പേര് ഉമ്മു ബക്കർ എന്നായിരുന്നു. ഉമ്മു ബക്കർ. അപ്പൊ ചിലർ പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും ബക്കർ എന്ന പേരിൽ ഒരു മകൻ ഉണ്ടായിരിക്കണം, അതിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കണം അബൂ ബക്കർ എന്ന് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടത്. പക്ഷെ ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവർ പറഞ്ഞു, ഇല്ല, ബക്കർ എന്ന പേരിൽ അദ്ദേഹത്തിന് മകൻ ഉണ്ടായിട്ടില്ല, അത് ചരിത്രപരമായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ചിലർ പറഞ്ഞേക്കണം. മറ്റൊരു കാരണം ചിലർ പറഞ്ഞു, ബക്കർ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നിട്ടില്ലാത്ത യുവത്വമുള്ള ഒട്ടകമാണ്. അപ്പൊ ആ പേര് അദ്ദേഹത്തിന് നൽകപ്പെടാൻ കാരണം ചിലർ പറഞ്ഞു അദ്ദേഹം ധാരാളമായി യാത്ര ചെയ്യാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹം ധാരാളമായി കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ദൂരനാടുകളിലേക്ക് പോകാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒട്ടകവുമായിട്ടാണ് എപ്പോഴും ഉണ്ടാവുക. ഒട്ടകത്തിന്റെ കാര്യം, ഒന്ന് കച്ചവടത്തിന്റെ മേഖലയിലും അദ്ദേഹം ഒട്ടകത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു, അതുപോലെ തന്നെ യാത്രകളിലും അദ്ദേഹത്തോടൊപ്പം ഒട്ടകം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ധാരാളമായി യാത്ര ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അബൂബക്കർ എന്ന പേര് നൽകപ്പെട്ടത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. അദ്ദേഹം അറിയപ്പെട്ടത് എന്തായാലും അബൂബക്കർ എന്ന പേരിലാണ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് ധാരാളം അൽഖാബുകളുണ്ട്. അൽഖാബ് എന്ന് പറഞ്ഞാൽ വിളിപ്പേരുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലുള്ള ഇസ്ലാമിലുള്ള പ്രവർത്തനങ്ങളും കാരണത്താൽ അദ്ദേഹത്തിന് നൽകപ്പെട്ട വിശേഷണങ്ങൾ, അതിലേറ്റവും പ്രസിദ്ധമായ വിശേഷണം സിദ്ദീഖ് എന്നതാണ്. മുസ്ലിം ഉമ്മത്തിൽ സിദ്ദീഖ് എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ അത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ നബിമാരോടൊപ്പമായിരിക്കും. പിന്നെ പറഞ്ഞ സിദ്ദീഖുകൾ എന്നാണ്. സിദ്ദീഖുകളിൽ ഈ ഉമ്മത്തിലെ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. ആ പേര് അതിൻ്റെ പൂർണ്ണതയിൽ നൽകപ്പെട്ടത് അദ്ദേഹത്തിന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ഉഹദ് മലക്ക് മുകളിൽ കയറി. അദ്ദേഹത്തോടൊപ്പം അബൂബക്കറും ഉമറും ഉസ്മാനുമുണ്ട്. അങ്ങനെ അവർ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉഹദ് മല കുലുങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഉസ്ബുത് ഉഹദു, ഉഹദേ നീ ഉറച്ചു നിൽക്കുക. ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. നിന്റെ മുകളിലുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുകളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂബക്കറിനെ സിദ്ദീഖ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിലെ ഒരു ആയത്തിന്റെ സംശയം ചോദിച്ചു. ആരാണ് ആയിഷ? അബൂബക്കറിന്റെ മകളാണ് റളിയല്ലാഹു അൻഹ റളിയല്ലാഹു അൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലഹ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഖുർആനിലെ ഒരു ആയത്താണ്. സാലിഹീങ്ങൾ അവർ കഴിയുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നവരാണ്. വഖുലൂബുഹും വജിലഹ, എന്നാൽ അവരുടെ ഹൃദയം പേടിയിലാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണെന്ന പേടിയിലാണ് അവർ ജീവിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇവർ പേടിയിലാണ്. അഹുമുല്ലദീന യസ്രിഖൂന വയസ്നുൻ, അല്ലാഹുവിന്റെ റസൂലെ ഈ ആളുകൾ, അഹുവല്ലദീ യസ്രിഖു വയസ്നി, ഈ പേടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞത് നബിയെ മോഷ്ടിക്കുകയും വ്യഭിചരിക്കുകയും മദ്യം കുടിക്കുകയും ചെയ്യുന്ന ആളുകളാണോ? അപ്പോൾ അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ അതല്ല ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ സിദ്ദീഖ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ലാ യാ ബിൻത സിദ്ദീഖ് വഹുമുൽ ലദീന വലാകിന്ന റജുൽ യസൂമു വയതസദ്ദഖു വയസല്ലി വഹുവ യഖാഫു അല്ലാ യതഖബ്ബല മിൻഹു. മറിച്ച് നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സകാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്.
പക്ഷെ ഇത് തന്നിൽ നിന്ന് സ്വീകരിക്കുമോ എന്ന പേടിയിൽ ജീവിക്കുന്നവരാണിവർ. ആ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതായി കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി സിഫത്തു സഫ്വയിൽ കാണാം. അദ്ദേഹം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയാറുണ്ടായിരുന്നത്രേ, ഇന്നല്ലാഹ അൻസല ഇസ്മ അബീ ബക്ർ മിനസ് സമാ സിദ്ദീഖ്. സിദ്ദീഖ് എന്ന ഈ വിശേഷണം അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഇറക്കിയ അബൂബക്കറിന് നൽകിയ വിശേഷണമാണ് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി ചില കിതാബുകളിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് നൽകപ്പെട്ടത്? 2 സ്വഭാവങ്ങളാണ് അതിന് കാരണമായത് എന്ന് ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം ചിലർ പറഞ്ഞതായി കാണാം. അവർ പറഞ്ഞു 2 സ്വഭാവം. ഒന്ന്, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം. അവർ ചിലർ പറഞ്ഞു അൽ ഹുബ്ബുൽ ഖാലിസു ലിൽ മുർസൽ, അള്ളാഹു നിയോഗിച്ച റസൂലിനോടുള്ള കഠിനമായ സ്നേഹം. 2, വൽ ഇഖ്ലാസു ലിൽ മുർസിൽ, ഈ പറഞ്ഞ നബിയെ പറഞ്ഞയച്ച അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ്. ഇത് രണ്ടുമായിരുന്നു അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് നൽകപ്പെടാനുള്ള കാരണം എന്ന് ചിലർ പറഞ്ഞേക്കണം. നബിയോടുള്ള സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ്. ഇത് രണ്ടുമായിരുന്നു അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പദവി നൽകപ്പെടാൻ കാരണമായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി നിങ്ങൾ കിതാബ് വായിച്ചാൽ, ചരിത്രം വായിച്ചാൽ ബോധ്യപ്പെടും. അങ്ങനെ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഇഖ്ലാസിൻ്റെ കാര്യം, അദ്ദേഹം ചെയ്ത അമലുകളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഖ്ലാസ് അത്ഭുതകരമായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. നബിമാരുടെ പദവി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദവി സിദ്ദീഖ് എന്ന പദവിയാണ്. അതാണ് ഏറ്റവും വലിയ പദവി. ഖുർആനിൽ അള്ളാഹു നബിമാരുടെ പേര് പറഞ്ഞതിന് തൊട്ടു ശേഷമാണ് സിദ്ദീഖുകളെ എണ്ണിയിട്ടുള്ളത്. 2ാമത്തെ പേര്, അദ്ദേഹത്തിൻ്റെ ലഖബുകളിൽ 2ാമത്തേത് അസ്സാഹിബ് എന്നതാണ്. അതും ഖുർആനിൽ വന്ന പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബ് എന്ന് വിശേഷിപ്പിച്ചത് അബൂബക്കറിനെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ ഈ സംഭവം? അള്ളാഹു പറയാണ്, ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇദ് അഖ്റജഹു അല്ലദീന കഫറു, കുഫാറുകൾ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയ ഘട്ടത്തിൽ, ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ ആ ഗുഹയിലായിരുന്ന സന്ദർഭത്തിൽ, ഇദ് യഖൂലു ലി സാഹിബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സാഹിബിനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കർ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അപ്പം ഇത് പറഞ്ഞ സന്ദർഭം ഖുർആൻ അള്ളാഹു സാഹിബ് എന്ന് വിശേഷിപ്പിച്ചത്. ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞേക്കണം, സാഹിബ് എന്ന പേര് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു നൽകിയത് അബൂബക്കറിന് മാത്രമാണ്. സഹന സഹാബി, ഈ സ്വഹബത്ത് മറ്റ് സഹാബിമാരിൽ ഒരാൾക്കില്ല. ഒരു സഹാബിക്കും ഈ പറഞ്ഞ വിധത്തിലുള്ള സ്വഹബത്തില്ല. അത് അബൂബക്കറിന് മാത്രമേ ഉള്ളൂ റളിയല്ലാഹു അൻഹു. അള്ളാഹു അദ്ദേഹത്തെ മാത്രമാണ് പരിപൂർണ സാഹിബായി വിശേഷിപ്പിച്ചത്. അതായത് സ്വഹബത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാകുക എന്ന പദവി വാക്കിലും അർത്ഥത്തിലും പരിപൂർണമാക്കിയ വ്യക്തി അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ വരുന്ന ഹദീസാണത്. അവിടുന്ന് അബൂബക്കറിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞപ്പോൾ, അവിടുന്ന് അബൂബക്കറിന് പ്രയാസം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹൽ അൻതും താരികൂ ലീ സാഹിബി, നിങ്ങൾ എൻ്റെ സാഹിബിനെ എനിക്ക് വേണ്ടി ഉപദ്രവിക്കാതെ വെറുതെ വിടുകയില്ലേ എന്ന് അവിടുന്ന് ചോദിച്ചത് കാണാം. അവിടുന്ന് സ്വന്തം സാഹിബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ സിദ്ദീഖിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹബത്ത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നൽകപ്പെട്ട വ്യക്തി അബൂബക്കറിൻ
അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ്. മാത്രമല്ല ഇബ്നു തൈമിയ്യ അദ്ദേഹം മിൻഹാജുസ്സുന്നയിൽ സ്വഹാബികളെ ചീത്ത പറയുന്ന, പ്രത്യേകിച്ച് അബൂബക്കറിനെ സിദ്ദീഖിനെ ആക്ഷേപിക്കുന്ന റാഫിളകൾ, ഷിഈകൾ അവർക്ക് മറുപടി നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസത്തിന്റെ ഘട്ടത്തിൽ സാഹിബാക്കിയത് അബൂബക്കറിനെയാണ്. കഠിന പ്രയാസത്തിന്റെ ഘട്ടത്തിൽ. മനുഷ്യന്മാർ പൊതുവെ എപ്പോഴാണ് അടുത്തുനിന്ന് അകന്നു പോവുക? കൂട്ടുകാരിലെ സത്യസന്ധരെയും കള്ളന്മാരെയും വേർതിരിച്ചറിയാൻ മനുഷ്യന് സഹായകമാവുന്ന ഘട്ടങ്ങളിൽ പെട്ടതാണ് ഇത് പ്രയാസം ഉണ്ടാവുന്നത്. പൈസ ഉള്ളപ്പോഴും സുഖമുള്ളപ്പോഴും ആൾക്കാർ കൂടുതലുണ്ടാവും. പ്രയാസം വന്നാൽ ആൾക്കാർ നീങ്ങിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണകരമായ ഘട്ടത്തിൽ അവിടുത്തോടൊപ്പം ഉണ്ടായത് അബൂബക്കറാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പരീക്ഷണ ഘട്ടത്തിൽ അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാണ് അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും വേളയിൽ അവിടുത്തോടൊപ്പം നിൽക്കാൻ ഏറ്റവും അർഹതയുള്ളത്. അദ്ദേഹം പറഞ്ഞു, ആ പദവി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പോലും നൽകപ്പെട്ടതല്ല. ഇത് ഒരാൾക്കുമില്ല. ഉമറിനില്ല, ഉസ്മാനില്ല, ഒരാൾക്കുമില്ല. അത് അബൂബക്കറിന് മാത്രം നൽകപ്പെട്ട പദവിയാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ യാ സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങളൊന്നാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരുടെ ചരിത്രം വിവരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം ഈ സ്വഹാബിമാരെ ആക്ഷേപിക്കുന്നത് ഒരു തെറ്റായി കാണാത്ത, അത് ആദർശമായി കൊണ്ടു നടക്കുന്ന പിഴച്ച കക്ഷികൾക്ക് സ്വാധീനം നൽകപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നോക്കി, ഇസ്ലാമിലെ ഒന്നാമത്തെ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ. പക്ഷെ അദ്ദേഹം ആക്ഷേപിക്കപ്പെടുക മാത്രമല്ല, പിന്നെ ഇവര് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, ഷിയകൾ ജീവിക്കുന്ന നാട്ടിൽ പോയവർക്കറിയാം, നിന്റെ പേര് അബൂബക്കർ എന്നാണെങ്കിൽ അവര് നിന്നോട് ദേഷ്യം കാണിക്കും. നിന്റെ പേര് ഉണ്ടാക്കി പറയുന്നതല്ല, പേരുള്ള ആൾക്കാർ തന്നെ പറഞ്ഞാൽ, നിന്റെ പേര് അബൂബക്കർ എന്നാണെങ്കിൽ നിന്നോട് അവർ ദേഷ്യം കാണിക്കും. മനുഷ്യന്മാര് അല്ലേ, നമ്മൾ ആരെങ്കിലും ചെയ്യും അങ്ങനെ. ഏതെങ്കിലും കാലത്ത് ഒരാൾ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ആ പേരുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ദേഷ്യം കാണിക്കല്ലോ, അയാളും ആ പേര് വെച്ചിട്ട്. പക്ഷേ ഈ ഖൗമിന്, ഈ സ്വഹാബിയോടുള്ള ദേഷ്യം ഇക്കാലഘട്ടത്തിലും അത് ശക്തമായി നിലനിൽക്കുന്ന കാണാം. അബൂബക്കർ എന്നാണ് ഒരാളുടെ പേരെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കും. ഒരു ഗബാവത്തിൽ, ഒരുത്തൻ്റെ വിഡ്ഢിത്തരത്തിൽപ്പെട്ടതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സാഹിബായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശേഷിപ്പിച്ച സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ വിശേഷണം അൽ അത്ഖാ എന്നതാണ്. അൽ അത്ഖാ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചിതമായ ഒരു സൂറത്തിലാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. എവിടെ? ഏതാ സൂറത്ത്? സൂറത്തുൽ ലൈൽ. സൂറത്തുൽ ലൈൽ എവിടെ? ലൈൽ ഒന്നാകോതണ. സൂറത്തുൽ ലൈൽ എവിടെയാണ്? അള്ളാഹു പറഞ്ഞു, വസ യുജന്നബുഹ അൽ അത്ഖാ, വസയുജന്നബുഹ അൽ അത്ഖാ. നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ആ നരകത്തിൽ നിന്ന് അത്ഖാ ആയവൻ, അദ്ദേഹം അകറ്റപ്പെടുന്നതാണ്. വസയുജന്നബുഹ അൽ അത്ഖാ. ഈ അത്ഖാ എന്ന് പറഞ്ഞാൽ തഖീ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവൻ. അത്ഖാ എന്ന് പറഞ്ഞാൽ ഏറ്റവും തഖ്വയുള്ളവൻ. ഏറ്റവും തഖ്വയുള്ളവർ അതിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. മുഫസ്സിരീങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്. ഇവിടെ പറഞ്ഞ അത്ഖാ ആ ഉദ്ദേശത്തിൽ ഒന്നാമത് ഉൾപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ഈ ആയത്തിന്റെ തഫ്സീർ എടുത്താൽ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞേക്കാം, ഇവിടെ ഉദ്ദേശം അബൂബക്കർ സിദ്ദീഖാണ്. അബൂബക്കറിന് ആ വിശേഷണം നൽകപ്പെടാൻ കാരണമായ സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്കും ഈ ആയത്ത് ബാധകമാണ്. പക്ഷെ ഈ ആയത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം ആരാണ്? അബൂബക്കറിൻ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹി അൽഅഅല വലസൗഫ യർദ. ആ ആയത്ത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത്ഖാ ആയവർ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്താ അത്ഖായുടെ പ്രത്യേകത? അല്ലദീ യുഅതി മാലഹു യതസക്ക, തൻ്റെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി സകാത്ത് നൽകുന്നവനാണ്, തൻ്റെ സമ്പത്ത് നൽകുന്നവനാണ്.
الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى. ഒരാളുടെ പക്കലും എന്തെങ്കിലും നന്ദി കാണിക്കാൻ അർഹമായ ഒരു സേവനവും അയാൾ പറ്റിയിട്ടില്ല. വേറെ ആൾക്കാരുടെ അടുത്തുനിന്ന് അദ്ദേഹം എന്തെങ്കിലും ഒരു സേവനം പറ്റില്ല, എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. മക്കയിലെ മുശ്രിക്കുകൾക്ക് വരെ അങ്ങനെ ഇരുന്നതാണ്. മുശ്രിക്കുകളുടെ തലവന്മാർ വരെ അബൂബക്കറിനെ സിദ്ദീഖിനെ ചീത്ത പറയാൻ പറ്റുന്ന സാഹചര്യം എത്തിയപ്പോൾ മിണ്ടാതിരുന്നിട്ട്, എന്നിട്ട് അവർ പറഞ്ഞു, അബൂബക്കർ പണ്ടൊരിക്കൽ എന്നെ സഹായിച്ച കഥ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇതിന് മറുപടി തരുമായിരുന്നു. കാരണം മക്കയിലെ മുശ്രിക്കുകളുടെ തലവന്മാർക്ക് വരെ അബൂബക്കറിന്റെ അടുത്തുനിന്ന് സഹായങ്ങളും മറ്റു കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നന്മയുടെ കൈകൾ അത്രയും വലുതായിരുന്നു, വിശാലമായിരുന്നു. അതുകൊണ്ട് ഒരാൾക്കും അദ്ദേഹത്തിന് മുൻപിൽ ചെന്നൊരു ഔദാര്യം പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഇസ്ലാമിന്റെ ഔദാര്യമല്ല, അതിനു മാത്രം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി നൽകിയിട്ടുണ്ട്, സഹാബികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരാളുടെ പക്കൽ എന്തെങ്കിലും ഒരു ബാധ്യതയില്ല, ഔദാര്യത്തിന്റെ ബാധ്യതയില്ലാത്ത മനുഷ്യനാണ്. ഈ അത്ഖ എന്ന വിശേഷണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ പെട്ടു. ഇപ്പൊ എത്രണ്ണായി? 3ആയി. ഇതൊക്കെ സിദ്ദീഖ്, സാഹിബ്, അൽ അത്ഖ. 4 അൽ അതീഖ്. അൽ അതീഖ് ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻത അതീഖുല്ലാഹി മിനന്നാർ, അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരാണ് അങ്ങ്. അബൂബക്കർ, താങ്കളെ അള്ളാഹു നരകത്തിൽ രക്ഷപ്പെടുത്തപ്പെട്ടാർ. അൻത അതീഖുല്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ടവരാണ് താങ്കൾ. 4-ാമത്തെ പേര്. 5-ാമത്തെ ലഖബ് ഖലീഫത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും സഹാബികളിൽ ഒരാൾക്കും നൽകപ്പെടാത്ത വിശേഷണമാണ്. ഇത് അബൂബക്കറിന് മാത്രം, വേറെ ആർക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ട ലഖബ് ഖലീഫത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതായിരുന്നു. ഖുലഫാഉൽ അർബഅയിൽ 4 ഖലീഫമാരിൽ ഈ പേര്, ഈ വിശേഷണം വേറെ ആർക്കില്ല. അബൂബക്കർ സിദ്ദീഖിന് ശേഷം പിന്നീട് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് മുതൽ ഇങ്ങോട്ട് അമീറുൽ മുഅ്മിനീൻ എന്നായിരുന്നു അവർ വിളിക്കപ്പെട്ടത്. ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ അഫ്ഫാനും അലി ഇബ്നു അബി താലിബും ഒക്കെ അമീറുൽ മുഅ്മിനീൻ എന്ന പേരിലായിരുന്നു. ഖലീഫത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ, ഖലീഫാന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട പിൻഗാമി. ഈ വിശേഷണം നൽകപ്പെട്ട ഒരേ ഒരാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മാത്രമാണ്. ഇത് മുഹാജിറുകളും അൻസാറുകളും ഒരുമിച്ച് നൽകിയതാണ് എന്നതുകൊണ്ട് തന്നെ ഇജ്മാഅൻ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അദ്ദേഹത്തിന് നൽകിയ പദവിയാണ് ഖലീഫത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം നൽകപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നൽകപ്പെടേണ്ടിയിരുന്ന മറ്റൊരു വിശേഷണമായിരുന്നു ഖലീലു റസൂലില്ലാഹ് എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീൽ എന്നത്. പക്ഷെ ആ പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇത്തഖദനി ഖലീലൻ, അള്ളാഹു എന്നെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. ഖുല്ലത്ത് എന്നത് നിങ്ങൾ മറ്റേ വുദു എടുക്കുമ്പോൾ കൈവരലുകൾക്കിടയിൽ വെള്ളം കലർത്തി കഴുകുന്നതിന് തഖ്ലീൽ എന്ന് പറയും. തഖ്ലീൽ അസാബിഅ, എന്തുകൊണ്ട് തഖ്ലീൽ എന്ന് പറയുന്നത് 2 കോർത്ത് ചേർത്ത് കഴുകുന്നത് കൊണ്ട്. ഖലീൽ എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, മഹബ്ബത്ത്, അത് യതഖല്ലൽ ഫി ദമിഹി വജസദിഹി, ഒരാളുടെ രക്തത്തിലും മജ്ജയിലും ശരീരത്തിലും മഹബ്ബത്ത് പരിപൂർണമായി ഇണചേർന്ന് കഴിഞ്ഞാൽ, ശരീരം മുഴുവൻ മറ്റൊരാളോടുള്ള സ്നേഹത്താൽ സമ്പൂർണമായി തീർന്നാൽ അതിന് പറയുന്ന പദവിയാണ് ഖലീൽ എന്നത്. ഖുല്ലത്ത് എന്നതാണ് സ്നേഹത്തിന്റെ ഏറ്റവും ശക്തമായ പദവി. അപ്പൊ അത് ഒരിക്കലും ഒരാൾക്കേ ഉണ്ടാവുള്ളൂ, 2 ആളെ ഒരുമിച്ച് ഖലീലാക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം ആ രൂപത്തിലായിരുന്നു, അത് പരിപൂർണമായിരുന്നു. അതിലേക്ക് ഇനി ഒരാൾക്ക് പങ്കുചേരാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബാ ബക്കറിൻ ഖലീല, ഞാൻ എങ്ങാനും ഒരാളെ ഖലീലായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ സിദ്ദീഖിനെ ഖലീലായി സ്വീകരിക്കുമെന്ന്.
അദ്ദേഹം പറഞ്ഞേക്കാണ്, അദ്ദേഹം ഖലീഫയാണ് എന്നതിന് ഏറ്റവും ശക്തമായ തെളിവുകളിൽ പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ പദവിക്ക് വേറെ ഒരാൾക്കും അർഹതയില്ല, ഇതൊരാൾക്ക് മാത്രമേ ഉള്ളൂ. ആ പദവി നൽകപ്പെടേണ്ടിയിരുന്നെങ്കിൽ അത് നൽകപ്പെടാനുണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹത്തിന്റെ ശാരീരികമായ രൂപവിശേഷണങ്ങൾ, വിവരണങ്ങൾ കിതാബുകളിൽ കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം വളരെ മെലിഞ്ഞിട്ടേ, അത് ഹദീസിലും വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളായിരുന്നു. അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ വിവരിക്കുന്ന കിതാബുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തെക്കുറിച്ചും ആളുകൾ പറഞ്ഞേക്കണം. മുഖത്തൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ല് കാണുന്ന വിധത്തിൽ മെലിഞ്ഞിട്ടായിരുന്നു, തടിച്ചിട്ടായിരുന്നില്ല. അങ്ങനെ നല്ല മെലിഞ്ഞ ആളായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷണം വിവരിക്കുന്ന കിതാബുകളിൽ കാണാം. വെളുത്തിട്ടായിരുന്നു, അതേസമയം മെലിഞ്ഞിട്ടായിരുന്നു. മെലിഞ്ഞിട്ടായിരുന്നു എന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ ജറ സൗബഹു ഖുയല ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ആരെങ്കിലും തൻ്റെ വസ്ത്രം അഹങ്കാരത്തോടു കൂടി വലിച്ചെടുത്താൽ അള്ളാഹു അവനെ ഖിയാമത്ത് നാളിൽ നോക്കുകയില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന അഹദ ശിഖ്ഖൈ ഇസാരി യസ്തർഖി ഇല്ലാ അൻ അതആഹദ ദാലിക മിൻ. അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ തുണിയുടെ ഒരു ഭാഗം താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇത് മെലിഞ്ഞിട്ടായിരുന്നു. എത്ര വസ്ത്രം കെട്ടിയെടുത്താൽ ഇസാറ് താഴത്തേക്ക് പോകും, എൻ്റെ ഒരു ഭാഗം. അപ്പോൾ നബിയെ, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്ത മിമ്മൻ യസ്നഉഹു ഖുയല. താങ്കൾ ഇത് അഹങ്കാരത്തോടു കൂടി ചെയ്യുന്നവരിൽ പെട്ടയാളല്ല. അപ്പോൾ ആ ഹദീസ് തെളിവാണ് അദ്ദേഹം മെലിഞ്ഞിട്ടായിരുന്നു എന്നുള്ളത്. അദ്ദേഹം മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ യുദ്ധങ്ങളിൽ മുന്നിലേക്ക്, അദ്ദേഹം ആരോഗ്യമില്ലാത്ത ആളാണെന്നല്ല ഇതിനർത്ഥം. മെലിഞ്ഞെന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാന്ന് അർത്ഥമില്ല. അദ്ദേഹത്തിന് മെലിഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി എന്ന് മാത്രം. അദ്ദേഹം താടി നരച്ച ആളായിരുന്നു. അദ്ദേഹത്തിന് നിര മദീനയിലെത്തിയ കാലഘട്ടത്തിലേ ഉണ്ട്. മാത്രമല്ല ഹദീസുകളിൽ വന്നതുപോലെ ഖദിമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത ഫകാന അസന്ന അസ്ഹാബിഹി അബൂബക്കർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നെത്തുമ്പോൾ സഹാബികളിൽ ഏറ്റവും പ്രായമുള്ളയാൾ അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. ഫഗലഫഹാ ബിൽഹിന്നാഇ വൽകതം ഹത്താ ഖനഅ ലൗനുഹാ. അങ്ങനെ അദ്ദേഹം തൻ്റെ താടിയും മുടിയൊക്കെ മൈലാഞ്ചി ഇട്ടിരുന്നു, ചുവപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുവപ്പ് കറുപ്പിനോട് അടുത്ത ചുവപ്പായിരുന്നു. കറുപ്പായിരുന്നില്ല, കറുപ്പിനോട് അടുത്ത കടുത്ത ചുവപ്പ് നിറമുള്ള മൈലാഞ്ചിയായിരുന്നു അദ്ദേഹം തൻ്റെ താടി കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഹദീസിൽ. അപ്പോൾ അദ്ദേഹം നരച്ച ആളായിരുന്നു എന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സ്വഭാവപരമായ ഗുണങ്ങൾ ധാരാളമുണ്ട്. അത് പറയാൻ തുടങ്ങിയാൽ അവസാനമില്ലാത്തത്രയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളൊന്ന് അദ്ദേഹത്തിൻ്റെ കാരുണ്യമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട മുസ്ലിമീങ്ങളിൽപ്പെട്ട പ്രയാസമനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്ത് കൊണ്ട് സഹായം ചെയ്തിട്ടുണ്ട്, അവരോട് കരുണ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളിൽ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ. അദ്ദേഹത്തിന് നൽകപ്പെട്ട വിശേഷണമാണ്. അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ. എൻ്റെ ഉമ്മത്തിൽ അവരോട് ഏറ്റവും കാരുണ്യമുള്ളത് അബൂബക്കറിനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും എടുത്തു കാണിക്കുന്ന സ്വഭാവങ്ങളൊന്ന് കാരുണ്യമാണ്. അങ്ങേറ്റം കാരുണ്യമുള്ളവരായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും അബൂബക്കർ സിദ്ദീഖിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനെ വളരെ കാരുണ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കും. എന്നാൽ കാരുണ്യം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ തടഞ്ഞിരുന്നില്ല. സഹാബികളിലെ ധൈര്യശാലികളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പലരും ഭയന്ന് നിന്നിടത്ത് അങ്ങേറ്റത്തെ ധൈര്യം പ്രകടിപ്പിച്ച സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ്. ധാരാളം ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അദ്ദേഹത്തിന് ഏറ്റവും ധൈര്യമാണ്. പക്ഷേ അദ്ദേഹം പോലും ഭയന്നു നിന്ന സന്ദർഭങ്ങളിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നത്, ഇതാണ് ഒരു മുഅ്മിനിൻ്റെ സ്വഭാവം. അവൻ്റെ കാരുണ്യം ഒരിക്കലും, അത് ഇബ്നു അബ്ബാസ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേ കാണാം, അദ്ദേഹത്തിൻ്റെ വിനയം ഒരിക്കലും
ദീനിനെ നിന്ദ്യതയിലേക്ക് എത്തിക്കുന്നതിൽ കാരണമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ധൈര്യം ഇസ്ലാമിനെ സഹായിക്കുന്നതിന് എപ്പോഴും ഉപകരിച്ചിട്ടുണ്ട്. ആ ധൈര്യമാകട്ടെ ഇസ്ലാമിന് വേണ്ടി ഉറച്ചു നിൽക്കാന്നുള്ള കാര്യത്തിനു വേണ്ടി, ഹക്കിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ധൈര്യം മറ്റു സഹാബികളൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കാരണം മുസ്ലിം ഉമ്മത്തിൻ്റെ കെട്ടഴിഞ്ഞു പോകേണ്ട പല ഘട്ടങ്ങളിലും അബൂബക്കർ സിദ്ദീഖാണ് എഴുന്നേറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുന്ന് വഫാത്തായ സന്ദർഭത്തിൽ തന്നെ സഹാബികളാകെ പരിഭ്രാന്തരായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഖുത്ബയുണ്ട്. അതാണ് അവർക്കിടയിലെ ഭിന്നിപ്പ് അവസാനിപ്പിച്ചത്. അവരുടെ ഖിലാഫത്തിൻ്റെ വിഷയം അഭിപ്രായ വ്യത്യാസത്തിലായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഞാൻ മനസ്സിൽ കുറേ ആലോചിച്ച് ആ സദസ്സിലെത്തിയാൽ പറയണമെന്ന് വിചാരിച്ച് മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരുന്ന പല വാക്കുകളുമുണ്ട്. അവിടെ എത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഒരുക്കി വെച്ചിരുന്ന വാക്കുകൾ, അതിനേക്കാൾ ഭംഗിയുള്ള വാക്കുകൾ അദ്ദേഹം ആ ഇരുത്തത്തിൽ അപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞു തീർത്തു, ഒരു മുന്നൊരുക്കമില്ലാതെ. അദ്ദേഹത്തിൻ്റെ ധൈര്യം അദ്ദേഹത്തിൻ്റെ റഹ്മത്തിനോടൊപ്പം ഉണ്ടായിരുന്ന കാര്യമാണ്. പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ ഇൻഷാ അല്ലാഹ് അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ അസറ വിഷയത്തിൽ കാണാം. അദ്ദേഹം ഹൈദർ എന്നറിയപ്പെട്ടാണ് ധൈര്യത്തിനു വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം പറഞ്ഞേക്കാണ് ജനങ്ങളിൽ ഏറ്റവും ധൈര്യമുള്ളയാൾ അബൂബക്കറായിരുന്നു റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എടുത്തു കാണിക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം സമ്പത്ത് കൊണ്ട് ഇസ്ലാമിനെ സഹായിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വമാ നഫഅനി മാലു അഹദിൻ മാ നഫഅനി മാലു അബീ ബക്കർ. അബൂബക്കർ സിദ്ദീഖിന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും സമ്പത്തിൽ അതിൽ അവിടുന്ന് കൈകാര്യം ചെയ്തിരുന്നത് സ്വന്തം സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെയും ഖദീജയുടെയും സമ്പത്ത് അവിടുന്ന് എടുത്ത്, ഖദീജ പിന്നെ ഭാര്യയാണ് റളിയല്ലാഹു അൻഹ. അബൂബക്കർ സിദ്ദീഖിന്റെ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്ത സ്വന്തം സമ്പത്ത് പോലെയാണ്. അത് അത്രയും സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അവിടത്തേക്ക് അബൂബക്കറിന്റെ സമ്പത്തിലുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അപ്പം അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എടുത്തു കാണിക്കുന്ന ഖൈറുകളിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാന്യമായ സ്വഭാവങ്ങളിൽപ്പെട്ടതിന് വിനയം. ഇൻഷാ അല്ലാഹ് ഖിലാഫത്തിൻ്റെ ചരിത്രം, അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അബൂബക്കർ സിദ്ദീഖ് അങ്ങേയറ്റം വിനയമുള്ളയാളെയാണ്. തബഖാത്തിൽ ഇബ്നു സഅദിന്റെ തബഖാത്തിൽ വന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. സനദിൽ ചെറിയ അപ്രവ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ആ സംഭവം വേറെ കിതാബുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ഖലീഫയാകുന്നതിന് മുൻപ് അദ്ദേഹം താമസിച്ചിരുന്നത് മദീനയുടെ പുറം ദേശത്തുണ്ടായിരുന്ന സുൻഹി എന്ന പ്രദേശത്തായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അയൽവാസികളുടെ ആടിനെയും കന്നുകാലികളെയും ഒട്ടകത്തിൻ്റെയും ഒക്കെ പാല് അദ്ദേഹം കറന്നു കൊടുക്കാറുണ്ടായിരുന്നു, അവരെ സഹായിക്കാൻ വേണ്ടി. അദ്ദേഹം ഖലീഫയായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അയൽവാസികളിൽപ്പെട്ട ഒരു സ്ത്രീ, അവർ പറഞ്ഞു, അൽആന ലാ തുഹ്ലബു ലനാ മനാഇഹ ദാരിന. ഇനി എന്തായാലും അബൂബക്കർ ഖലീഫയായി നമ്മുടെ കാലിനെ കറക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആടിനെയും മാടിനെയും കറക്കാൻ അദ്ദേഹത്തെ കിട്ടുകയില്ല. പക്ഷെ അദ്ദേഹം അടുത്ത ദിവസം വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇന്നീ ലഅർജു അല്ലാ യുഗയ്യിറനി മാ ദഖൽതു ഫീഹി അൻ ഖുലുഖിൻ കുൻതു അലൈഹി. എനിക്ക് പണ്ട് അധികാരം ലഭിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു സ്വഭാവവും ഇത് കിട്ടിയത് കൊണ്ട് മാറാതിരിക്കണമെന്ന് എനിക്ക് നിഷ്കർഷതയുണ്ട്. അധികാരം ലഭിച്ചതുകൊണ്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഖൈർ അവസാനിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറയുകയും അദ്ദേഹം സുനഹിൽ നിന്ന് പിന്നീട് മദീനയുടെ ഉള്ളിലേക്ക് താമസം മാറ്റുന്നത് വരെ അത് തുടരുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു സൂക്ഷ്മമായ വറ എന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാം കലരാതിരിക്കാനുള്ള ശ്രദ്ധ. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, കാന ലി അബീ ബക്കറിൻ ഗുലാമുൻ യുഖ്രിജു ലഹുൽ ഖറാജ്. അബൂബക്കർ സിദ്ദീഖിന് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി. ഇവൻ പണിയെടുത്ത് കൊണ്ടുവരും, അതിൻ്റെ തുക അബൂബക്കറിനെ ഏൽപ്പിക്കും.
വക്കാന അബൂബക്കർ യഅകുലു മിൻ ഖറാജിഹി, അബൂബക്കർ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇവൻ വന്നെത്തി ഭക്ഷണം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവൻ ചോദിച്ചു, അതദ്രി മാ ഹാദാ, ഈ പൈസ എവിടുന്ന് കിട്ടിയതാണെന്ന് അറിയുമോ? അപ്പം അത് എവിടുന്ന് കിട്ടിയതാണ്? അപ്പം അവൻ പറഞ്ഞു, കുൻതു തകഹൻതു ലി ഇൻസാനിൻ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിൽ, ഇവൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ്, ഇവൻ മുസ്ലിം ആകുന്നതിന് മുൻപ് ഞാൻ ഒരാൾക്ക് ജ്യോത്സ്യപ്പണി ചെയ്തിരുന്നു. വമാ ഉഹ്സിനുൽ കിഹാന, എനിക്ക് ജ്യോത്സ്യം അറിയുകയൊന്നുമില്ല. ഇല്ലാ അന്നി ഖദഅതുഹു, ഞാൻ അയാളെ പറ്റിച്ചതാണ്. ഫലഖിയനി ഫഅഅതാനി ബിദാലിക്, അപ്പം അന്ന് ചെയ്ത പണിയാണെങ്കിലും ഇന്ന് ഞാൻ അവനെ കണ്ടപ്പോൾ അതിനുള്ള പ്രതിഫലം അവൻ എനിക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഫഹാദല്ലദീ അകൽത മിൻ, അതിന്നാണ് ഇപ്പോൾ കഴിച്ചിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൈ വായിലേക്ക് ഇട്ടുകൊണ്ട് കഴിച്ചത് മുഴുവൻ പുറത്തേക്ക് ഛർദ്ദിച്ച് കളഞ്ഞത്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് ബുഖാരിയിൽ വന്ന ഹദീസാണ്. അദ്ദേഹം കഴിച്ച ഭക്ഷണം അദ്ദേഹം കയ്യിൽ വിരലിട്ട് പുറത്തേക്ക് ഛർദ്ദിച്ച് കളഞ്ഞു. എന്ത് അദ്ദേഹത്തിൻ്റെ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടായിരുന്ന സൂക്ഷ്മത സൂചിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇവരൊക്കെ അത്രയും സാലിഹീങ്ങളായിരുന്നു. ചില ആൾക്കാർ ചിലപ്പോൾ എന്താ വിചാരിക്കുക, ആ പൈസ അങ്ങ് സദഖ ചെയ്ത് കൊടുത്താൽ ഒഴിവാകുമെന്ന് വിചാരിക്കാമായിരുന്ന ഒരു കാര്യം. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല അതിനെ കണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഏറെ അറിയപ്പെട്ട കാര്യങ്ങളൊന്നായിരുന്നു, അദ്ദേഹം ഖുർആൻ ഓതിയാൽ ധാരാളമായി കരയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇമാമത്ത് നിർത്താൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അബൂബക്കറിനെ ഇമാമത്ത് നിർത്തരുത്. ഇന്ന അബൂബക്കറിൻ റജുലുൻ അസീഫ്, അബൂബക്കർ വളരെ ലോലഹൃദനായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് താങ്ങാൻ സാധിക്കുകയില്ല. ഫഇദാ ഖറഅ അൽ ഖുർആൻ ലാ യംലികു ദംഅഹ്, അദ്ദേഹം ഖുർആൻ ഓതി തുടങ്ങിയാൽ കരച്ചിൽ നിർത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ആൾക്കാർക്ക് പ്രയാസമാകും. ആയിഷ റളിയല്ലാഹു അൻഹ അത് പറയാനുണ്ടായിരുന്ന കാരണം യഥാർത്ഥത്തിൽ അവരുടെ പിതാവാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായിരുന്നു അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്നിരുന്ന സ്ഥാനത്തേക്കാണ് അബൂബക്കറിനെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞേക്കാൻ പോകുന്നത്. റസൂലിൻ്റെ പകരം ഒരാൾ വരുന്നത് ഒരിക്കലും സഹാബികൾക്ക് തൃപ്തിപ്പെടുമായിരുന്നില്ല. അപ്പം അത് അവർക്ക് അബൂബക്കറിനോട് ദേഷ്യമുണ്ടാക്കുമോ എന്ന പേടിയിലായിരുന്നു അവരത് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖിന് ഇമാം നിർത്തേണ്ട ഓരോ വാപ്പയാണ്. ആയിഷ ബീവി അത് തടയാനുണ്ടായിരുന്ന കാരണം സഹാബികൾക്ക് അബൂബക്കറോട് ദേഷ്യമുണ്ടാകുമോ എന്ന പേടി കാരണത്താലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഇമാമക്ക് തിക്കുന്ന സ്ഥലത്തേക്ക് വേറെ ആൾ കയറി വന്നാൽ അതിലുള്ള അവരുടെ അനിഷ്ടം അത് അവർക്ക് തൃപ്തികരമാകാതെ അബൂബക്കറിനോട് ആ ദേഷ്യം കയറി വരുമോ എന്ന പേടിയിലായിരുന്നു അവരത് തടഞ്ഞത് എന്ന് ചിലർ വിശദീകരിച്ചതായി കാണാം. പക്ഷെ അദ്ദേഹം തന്നെയാണ് പിന്നീട് ഇമാമത്ത് നിന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, അദ്ദേഹം അൻസബു ഖുറൈശിൻ ലി ഖുറൈശ്, ഖുറൈശികളുടെ വംശപരമ്പരകളെക്കുറിച്ച് അവരിൽ ഏറ്റവും വിവരമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇൽമിൽ പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു കാര്യം ഇതാണ്, ഖുറൈശികളുടെ വംശപരമ്പര ആരൊക്കെ, എവിടെയൊക്കെ കുടുംബങ്ങളുണ്ട്, എവിടെയൊക്കെ കല്യാണം കഴിച്ചു. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. ചില ആൾക്കാർക്ക് കുടുംബ വിവരങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. അദ്ദേഹം ഖുറൈശികളുടെ ഉള്ളറകളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആളായിരുന്നു. അവരുടെ ഖൈറും ഷർറും ഒക്കെ അദ്ദേഹത്തോളം അറിവുണ്ടായിരുന്ന ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുറൈശികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് കവിതകൾ പാടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയാൻ വേണ്ടി സഹാബികളിൽ ചിലരെ ഏൽപ്പിച്ചു. ആദ്യൊരാളെ ഏൽപ്പിച്ചു, അദ്ദേഹം തൃപ്തികരമായില്ല. രണ്ടാമതൊരാൾ, പിന്നെ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ഏൽപ്പിച്ചു. ഹസ്സാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കവിത ശക്തമായ കവിതയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാനോട് പറഞ്ഞു, താങ്കൾ അവർക്ക് മറുപടി നൽകി, കവിതയിലൂടെ മറുപടി നൽകി. അവിടുത്തെ ഹദീസിൽ കാണാം, ഖുറൈശികൾക്ക് അമ്പ് കൊണ്ട് അവരുടെ ശരീരത്തിൽ തറക്കുന്നതിനേക്കാൾ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കവിതയിലൂടെ ഹിജാ ഉണ്ടാവുന്നത്, അവരാക്ഷേപിക്കുക എന്നുള്ളത്. അങ്ങനെ ഹസ്സാനോട് കവിത പറയാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാനോട് ചോദിച്ചു, ലാ തഅജൽ ഫഇന്ന അബാ ബക്കറിൻ അഅലമു ബിഖുറൈശിൻ അഅലമു ഖുറൈശിൻ ബിഅൻസാബിഹ, താങ്കൾ ധൃതി കാണിക്കരുത്, നിങ്ങൾ പോയി അബൂബക്കറിനോട് സംസാരിക്കുക,
ഖുറൈശികളുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഫഇന്ന ലീ ഫീഹിം നസബൻ, കാരണം ഞാൻ അവരുടെ കൂട്ടത്തിൽ പെട്ട ആളാണ്. താങ്കൾ അവരെ ആക്ഷേപിച്ചിട്ട് അവസാനം ആ ആക്ഷേപം എനിക്കും കൂടി കൊള്ളുന്ന അവസ്ഥയിലാവരുത്. അപ്പം അവരിൽ ആരെയാണ് എങ്ങനെയാണ് ആക്ഷേപിക്കേണ്ടത് എന്ന് അറിയാൻ ആദ്യം അബൂബക്കറിനോട് സംസാരിക്കുക, അവരുടെ നസബ് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം ആക്ഷേപിക്കാൻ അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഹസ്സാൻ പറഞ്ഞതായി കാണാം. ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ എങ്ങനെ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കും? ഖുറൈശികളെ ആക്ഷേപിക്കും, ഞാനോ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞു, മാവിൽ നിന്ന് മുടിനാരി എടുത്ത് പുറത്ത് കളയുന്നത് പോലെ ഞാൻ അങ്ങയെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതാണ്. അങ്ങനെയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയായിരുന്നു. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റൂഹൽ ഖുദുസി ലാ യസാലു യുഅയ്യിദുക മാ നാഫഹ്ത അനില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും റസൂലിനെയും പ്രതിരോധിച്ചുകൊണ്ട് താങ്കൾ കവിത പറയുന്നിടത്തോളം കാലം അള്ളാഹു ജിബ്രീലിനെ കൊണ്ട് താങ്കളെ സഹായിക്കുന്നതാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കവിതകൾ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യമാർ 4 അല്ലെങ്കിൽ 5 ഒരേ സമയമല്ല. പിന്നെയോ പല സമയത്തായി അദ്ദേഹം വിവാഹം കഴിച്ച ഭാര്യമാർ അദ്ദേഹത്തെ 4 അല്ലെങ്കിൽ 5 പേര്. ഒരു ഭാര്യ അദ്ദേഹത്തെ കല്യാണം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മു ബക്കർ എന്ന് പറഞ്ഞ്, അവരുടെ കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമുണ്ട്. ഉമ്മു ബക്കറിൻ്റെ കാര്യത്തിലല്ല, ഓരോ ഭാര്യയുടെ കാര്യത്തിൽ അഭിപ്രായവ്യത്യാസം. 4 അതല്ലെങ്കിൽ 5 ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്നാമത്തെ ഭാര്യ ഖുതൈല ബിൻത് അബ്ദുൽ ഉസ്സ എന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയാണ്, ഇവരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരിലാണ് അബൂബക്കറിന് അസ്മാ ഉണ്ടായത്. അസ്മാ റളിയല്ലാഹു അൻഹ എന്ന മകൾ ഖുതൈലയിലാണ് അബൂബക്കറിന് ഉണ്ടായത് റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് എന്ന മകനും ഖുതൈലയിലാണ് ഉണ്ടായത്. ഈ 2 ആൾക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയിൽ ചരിത്രമുള്ള ആൾക്കാരാണ്. അതെ, അബ്ദുള്ളയും ഖുതൈലയും. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വരും. അപ്പോൾ 2 മക്കളായി. ഈ 2 മക്കളും ഖുതൈലയിലാണ്. ഖുതൈലയിലുണ്ടായ മക്കൾ ഏതൊക്കെയാണ്? അബ്ദുള്ളയും അസ്മാവും. അപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അസ്മാ റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മദീനയിലായിരിക്കെ വന്ന് ചോദിച്ച ഒരു സംഭവം ഹദീസിലുണ്ട്. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അവർ എന്നോട് കുടുംബബന്ധം ചേർക്കാനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ അവരുടെ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പറഞ്ഞത് ഈ ഖുതൈലയെ കുറിച്ചാണ്. ഇപ്പം ഒരു മുസ്ലിമായിട്ടില്ലാണ്, മുസ്ലിമായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അബൂബക്കറിന് സിദ്ദീഖ് അവരെ തലാഖ് ചൊല്ലിയെന്നാണ്. ഖുതൈല എന്ന ഭാര്യ അവരെ തലാഖ് ചൊല്ലി എന്നതാണ് അല്ലാഹു അലം. അപ്പോൾ ഖുതൈല എന്ന ഭാര്യയുണ്ട്. അതിൽ 2 മക്കൾ, ഒന്ന് അബ്ദുല്ലാഹ് ബിൻ അബി ബക്കർ, 2 അസ്മാ ബിൻത്ത് അബി ബക്കർ. രണ്ടാമത്തെ ഭാര്യ ഉമ്മു റൂമാനാണ്. ഉമ്മു റൂമാൻ, അവരുടെ പേരെന്താണെന്ന് അഭിപ്രായവ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു സൈനബ് എന്നാണ്. ഇവർ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച സ്ത്രീയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലാണ് അവർ മരിച്ചത്. അതിലാണ് 2 മക്കളുണ്ടായത്. ഒരാൾ അബ്ദുറഹ്മാൻ ഇബ്ൻ അബി ബക്കർ, രണ്ടാമത്തെയാൾ മുറുമാനാരുടെ ഉമ്മയാണ്, ആയിഷ ബീവിൻ്റെ ഉമ്മയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായത് ഏതിലാണ്? ഉമ്മു റൂമാനിലാണ്. രണ്ടാമത്തെ ഭാര്യ ഉമ്മു റൂമാനാണ്, ഉമ്മു റൂമാൻ ബിൻത് ആമിർ. അതിലൊരാൾ ഉണ്ടായത് അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കറാണ്. രണ്ടാമത്തെയാൾ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവർ സുദ്ദീഖിയത്തു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സുദ്ദീഖത്താണ്. മൂന്നാമത്തെ ഭാര്യയുടെ പേര് അസ്മാ ബിൻത് ഉമൈസ് അൽ ഖസഅമിയ. അസ്മാ ബിൻത് ഉമൈസ് ഒരാദ്യ കാലഘട്ടത്തിൽ ഹിജറ ചെയ്ത, ഒന്നാമത്തെ ഹിജറയിൽ പങ്കെടുത്ത സ്ത്രീയാണ്. അവരുടെ ഭർത്താവായിരുന്നു ജഅഫർ ഇബ്നു അബി താലിബ്. ജഅഫർ ഇബ്നു അബി താലിബിൻ്റെ മരണത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് അവരെ വിവാഹം കഴിച്ചു. അബൂബക്കറിൻ്റെ മരണത്തിന് ശേഷം റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി താലിബ് അവരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അസ്മാ ബിൻത് ഉമൈസ്, ഇപ്പോൾ മൂന്നാമത്തെ ഭാര്യ. അവരിലാണ് മുഹമ്മദ് എന്നു പേരുള്ള കുട്ടി അദ്ദേഹത്തിനുണ്ടായത്. ഈ കുട്ടി ജനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുന്ന വേളയിൽ ദുൽഹുലൈഫയിൽ വെച്ചുകൊണ്ടാണ്. എല്ലാവർക്കും ചരിത്രമുണ്ട്.
വേറൊക്കെ ഇപ്പോൾ ഖുതൈല, മുറുമാൻ, അസ്മാ, 3 ഭാര്യമാർ. ഈ അസ്മാ ബിൻതു ഉമൈസ് അവർ അബൂബക്കറിന്റെ മകനെ പ്രസവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഹജ്ജിന്റെ വേളയിലാണ്, ദുൽഹുലൈഫയിൽ വെച്ചുകൊണ്ട്. ദുൽഹുലൈഫയുടെ മദീനയിൽ നിന്ന് പോകുമ്പോഴുള്ള 1ാമത്തെ മീഖാത്താണത്, മദീനക്കാരുടെ മീഖാത്ത്. ആ മീഖാത്തിൽ വെച്ചുകൊണ്ടാണ് മുഹമ്മദ് ഇബ്നു അബി ബക്കർ എന്ന മകൻ ജനിക്കുന്നത്. 4ാമത്തെ ആൾ ഹബീബ ബിൻത് ഖാരിജയാണ്, അൽ അൻസാരിയ, അൻസാരി സ്ത്രീകളിൽപ്പെട്ടയാളാണ്. അബൂബക്കർ സിദ്ദീഖ് മദീനയിലെത്തിയപ്പോൾ അദ്ദേഹം താമസിച്ചത് സുൻഹ് എന്ന പ്രദേശത്തെ. സുൻഹ് അത് മദീനയുടെ പുറം ഭാഗങ്ങളിലുള്ള അവാലിൽ മദീന എന്ന് പറയുന്ന പുറം ദേശത്തുള്ള സ്ഥലമാണ്. അവിടെയായിരുന്നു അദ്ദേഹം. അവിടെ മദീനയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചത് അവിടെ നിന്നാണ്. അവർ ഹബീബ ബിൻത് ഖാരിജ എന്നായിരുന്നു അവരുടെ പേര്. അബൂബക്കർ സിദ്ദീഖ് മരിക്കുന്ന സന്ദർഭത്തിൽ അവർ ഗർഭിണിയാണ്. മരിക്കുന്ന സമയത്ത് അദ്ദേഹം വസിയ്യത്ത് ചെയ്തേക്കാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട്. ആയിഷനോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹ, ഞാൻ നിനക്ക് ഇത്ര സ്വത്ത് വിട്ടേച്ച് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ സഹോദരനും സഹോദരിക്കും കൊടുക്കണം, നിന്റെ 2 സഹോദരങ്ങൾക്കും 2 സഹോദരിമാർക്കും കൊടുക്കണം. ആയിഷ ബീവി പറഞ്ഞു, അസ്മാ അല്ലാതെ ഇനി ഏത് സഹോദരിയാ ഉള്ളത്? ഇപ്പൊ എത്ര മക്കളുണ്ട്? മുഹമ്മദിന്റെ, അബ്ദുള്ളന്റെ, അല്ലേ? എത്രയില്ലേ? പിന്നെ പെൺമക്കൾ ആരല്ലത്? ആയിഷ മാത്രമേ ഉള്ളൂ. ആയിഷയുണ്ട്, പിന്നെ അസ്മാ ഉണ്ട്. അപ്പൊ ആയിഷ ബീവിനോട് പറഞ്ഞു, നിന്റെ 2 സഹോദരി ഉണ്ട്. ആയിഷ ബീവി പറഞ്ഞു, 2 സഹോദരിയുടെ, അസ്മാ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്, അള്ളാഹു എനിക്ക് തോന്നിപ്പിക്കുന്നത് ഇനി ജനിക്കാനിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ് എന്നാണ്. ആ പെൺകുഞ്ഞ് ജനിച്ചത് ഈ ബാല്യനാണ്. അത് ചിലർ അബൂബക്കർ സിദ്ദീഖിന്റെ കറാമത്തിൽ എണ്ണിയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഇത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കറാമത്തുകളിൽ എണ്ണിയിട്ടുണ്ട്. അതിലാണ് ഉമ്മു കുൽസൂം എന്ന മകൾ ജനിച്ചത്. 5ാമത്തെ ഭാര്യ നേരത്തെ ഞാൻ പറഞ്ഞ ഉമ്മു ബക്കറാണ്. ഉമ്മു ബക്കർ അൽ കൽബിയ. എത്ര ആൾക്കാരായി? ഖുതൈല, ഉമ്മു റുമാൻ, അസ്മാ ബിൻത് ഉമൈസ്, ഹബീബ ബിൻത് ഖാരിജ, ഉമ്മു ബക്കർ. ഇത് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. ഉമ്മു ബക്കർ എന്ന സ്ത്രീ അദ്ദേഹം കല്യാണം കഴിച്ചതായി. ഫലമ്മ ഹാജറ അബൂബക്കറിൻ തല്ലഖഹ. അദ്ദേഹം ഹിജറ ചെയ്തു വന്നപ്പോൾ ഉമ്മു ബക്കറിനെ തലാഖ് ചെയ്തതായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ പേരമകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അദ്ദേഹം മുസ്ലിമാണ്, സഹാബിയാണ്. നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, ഇത് വേറെ ഒരു സഹാബിക്കില്ല, ഇത് അറിയപ്പെട്ടിട്ടില്ല. 4 തലമുറ സഹാബിമാരാണ്. അബൂ ഖുഹാഫ, അബൂബക്കറിൻ്റെ വാപ്പ, അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ മക്കൾ ആയിഷ ബീവി, അവരൊക്കെ, അദ്ദേഹത്തിൻ്റെ പേരമകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. ഇങ്ങനെ 4 തലമുറ സഹാബി ആവുക എന്നുള്ളത് വേറൊരു കുടുംബത്തിനുമില്ല. 4 തലമുറ സഹാബിമാരാണ്. അബൂ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ്, മക്കള്, പേരമകനായ അബ്ദുല്ലാഹ് ഇബ്നു അസ്സുബൈർ. നവവി പറഞ്ഞേക്കാണ്, ഇങ്ങനെ 4 തലമുറയും സഹാബികളാവുക എന്നത് വേറൊരു കുടുംബത്തിനും നൽകപ്പെട്ടതായി വന്നിട്ടില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള പ്രാഥമിക വിവരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം മുതൽ ഹിജറ കാലഘട്ടം വരെയുള്ള ചരിത്രം വിവരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ വരാനിരിക്കുന്ന ഒരു നബിയെക്കുറിച്ചും അതുപോലെ ആ നബിയുടെ വിശേഷണങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ അബൂബക്കറിന് ശ്രദ്ധിക്കുന്നുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അബൂബക്കറിനോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഹദീസുകളിൽ അതിൻ്റെ സൂചന അവിടുന്ന് പറഞ്ഞേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത. അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചപ്പോൾ, ഞാൻ നബിയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു കദബ്ത, അളവാണ് ഈ പറയുന്നത്.
എന്നാണ് അന്ന് ജനങ്ങളൊക്കെ പറഞ്ഞത്. വഖാല അബൂബക്കറിൻ സദഖ്ത, എന്നാൽ അബൂബക്കറാണ് അന്ന് പറഞ്ഞത്, നബി അന്ന് പറഞ്ഞ സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിന് പുറത്തു നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചയാൾ അബൂബക്കർ സിദ്ദീഖാണ്. സ്വതന്ത്രരായ പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുന്ന അദ്ദേഹമാണ്. വ്യത്യാസമല്ല, അബൂബക്കർ സിദ്ദീഖാണ് ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്ന ഖദീജയാണ് റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലാണ്. പിന്നെ അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ്, അദ്ദേഹം വളർത്തിയിരുന്ന ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലുണ്ടായിരുന്ന ആളുകളാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. പുറത്തു നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം എങ്ങനെയായിരുന്നു അത് വിശദമായി പറയുന്ന ഹദീസുകളില്ല, കിതാബുകളിലുള്ളത് ഇത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ ചിലർ പറഞ്ഞു അബൂബക്കർ അങ്ങോട്ട് വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ജനങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു, ഖുർആൻ കേൾപ്പിച്ചു കൊടുത്തു, ഖലാസ് അദ്ദേഹം സ്വീകരിച്ചു, പറഞ്ഞു ശരിയാണ്, അദ്ദേഹം മുസ്ലിമായി. യാതൊരു നിലക്കും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടേ ഇല്ല. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച സഹാബി അദ്ദേഹമാണ് ഇസ്ലാം ആദ്യം സ്വീകരിച്ച സഹാബി എന്നത് വ്യത്യാസമില്ലാത്ത ഇജ്മാഉള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാം ആദ്യമായി പുറത്തേക്ക് പറഞ്ഞ ആളുകളിൽ ഒരാളും അബൂബക്കർ സിദ്ദീഖാണ്, പരസ്യമായി പറഞ്ഞു. കാരണം ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഏതാണ്ട് 3 വർഷക്കാലം അവരുടെ അവസ്ഥ രഹസ്യ പ്രബോധനത്തിലാണ്, പുറത്തേക്ക് പറയുന്നില്ല. പക്ഷെ ആദ്യമായി ഇസ്ലാം പുറത്തേക്ക് പറഞ്ഞ സഹാബിമാരിൽ പ്രമുഖനായ സഹാബി അബൂബക്കർ സിദ്ദീഖാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, കാന അവ്വല മൻ അദ്ഹറ ഇസ്ലാമഹു സബ്അ, ആദ്യമായി മുസ്ലിമാണ് ഞങ്ങൾ എന്ന് പരസ്യമായി പുറത്തേക്ക് പറഞ്ഞത് 7 ആൾക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അല്ലാഹുവിൻ്റെ റസൂലാണ്, വ അബൂബക്രിൻ പിന്നെ അബൂബക്കറാൻ, വ അമ്മാറുൻ വ ഉമ്മുഹു സുമയ്യ വ സുഹൈബുൻ വ ബിലാലുൻ വൽ മിഖ്ദാദ്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അടിമകളായിരുന്നു. ഫഅമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമനഅഹു അല്ലാഹു ബിഅമ്മിഹി അബീ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്ലാം പുറത്തേക്ക് പറഞ്ഞപ്പോൾ അബൂ ത്വാലിബിന്റെ സംരക്ഷണം ലഭിച്ചു. വഅമ്മ അബൂബക്കറിൻ ഫമനഅഹു അല്ലാഹു ബിഖൗമിഹി, അബൂബക്കറിനാകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജനതയുടെയും സംരക്ഷണം ഉണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിൽ അത്രയും വലിയ സ്വാധീനമുള്ള ആളായിരുന്നു. وأما سائرهم فأخذهم المشركون وألبسوهم أدراع الحديد وصهروهم في الشمس. മറ്റുള്ള ആളുകളെയൊക്കെ മുശ്രിക്കീങ്ങൾ അവർ ഇരുമ്പിൻ്റെ പടച്ചട്ട അണിയിക്കുകയും വസ്ത്രരാക്കിയിട്ട് ഇരുമ്പിൻ്റെ പടച്ചട്ട അണിയിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി വെയിലത്ത് നിർത്തുകയും ചെയ്യുമായിരുന്നു ബാക്കിയുള്ള സഹാബിമാർ. അതിൽ ഈ പറഞ്ഞ എല്ലാ സഹാബിമാരും പരീക്ഷണത്തിൻ്റെ കാഠിന്യം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചപ്പോൾ അവർ കുഫർ നാവ് കൊണ്ട് പറയാറുണ്ടായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒഴികെ, അദ്ദേഹം മാത്രമാണ് എത്ര കഠിനമായ പരീക്ഷണം ഉണ്ടായിട്ടും പിന്മാറാതെ അഹദ് എന്ന വാക്കിൽ ഉറച്ചു നിന്നത് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹം ഇസ്ലാം ആദ്യമായി പുറത്തു പറഞ്ഞ ആളുകളിൽ ഒരാളാണ്. സഹാബികളിലെ പ്രധാനപ്പെട്ട സാബിഖീങ്ങൾ, തലവന്മാരിൽ പലരും ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖിൻ്റെ ദഅവത്ത് കൊണ്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ പദവികളിൽപ്പെട്ടതാണ്. ഇബ്നു തൈമിയ്യ മിൻഹാജുസ് സുന്നയിൽ ഇത് എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, അലി ഇബ്നു അബി ത്വാലിബിൻ്റെ കൈകളിലൂടെ ഇങ്ങനെ, കാരണം ഷിയാക്കൾ പൊതുവെ അലി ഇബ്നു അബി ത്വാലിബിന് അബൂബക്കറിനേക്കാൾ ശ്രേഷ്ഠനാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അലി ഇബ്നു അബി ത്വാലിബിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് പറയുന്നത്. പക്ഷേ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ഇങ്ങനെ ഇസ്ലാം സ്വീകരിക്കപ്പെട്ട ചരിത്രമുണ്ടായിട്ടില്ല. അബൂബക്കറിന് നൽകപ്പെട്ടതുപോലെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കൈകളിലൂടെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ അത്രയും പ്രമുഖരായ ആൾക്കാരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കറിൻ്റെ ദഅവത്ത് കൊണ്ടാണ്. ആരാണ് അദ്ദേഹം? 3ാമത്തെ ഖലീഫയാണ്. അതുപോലെ സുബൈർ ഇബ്നുൽ അവാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അശറത്തുൽ മുബശ്ശിറിൽപ്പെട്ട ആൾക്കാരവർ, സഅദ് ഇബ്നു അബി വഖാസ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ
ദഅവത്ത് കൊണ്ടാണ്. നിങ്ങൾ ഈ പറഞ്ഞ ചരിത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. അവിടുന്ന് പറഞ്ഞു, മൻ ദആ ഇലാ ഹുദാ കാന ലഹു മിസ്ലു ഉജൂരി മൻ തബിഅ. ആരെങ്കിലും മറ്റൊരാളെ സന്മാർഗത്തിലേക്ക് നയിച്ചാൽ ആ പിൻപറ്റിയവരുടെ പ്രതിഫലം, അതിന് തുല്യമായ പ്രതിഫലം ക്ഷണിച്ചവനുണ്ടായിരിക്കും. അബൂബക്കർ സിദ്ദീഖിന്റെ സഹീഫയിൽ ഏടുകളിൽ ആരുടെയൊക്കെ അമലാണുള്ളത് നോക്കൂ. ഉസ്മാൻ, സുബൈർ ബിൻ അവാം, അബ്ദുറഹ്മാൻ ബിൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അമല് സഹാബികളിൽ ഇവരെ പോലെ അമലുള്ള വേറെ ആൾക്കാരില്ല. ഒരാൾ ഖലീഫയാണ്, ഒരാൾ ഇസ്ലാമിനോട് സ്വതക്ക കൊണ്ട് നിറച്ച മനുഷ്യനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. തൽഹാൻ എന്ന ജിഹാദിൽ അങ്ങനെ പണിയെടുത്ത ആളാണ്. ഇങ്ങനെ സഹാബിമാരിലെ തലവന്മാർ ഇസ്ലാമിലേക്ക് എത്തിയത് അബൂബക്കർ മുഖേനയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അമലിൻ്റെ വലുപ്പം, അദ്ദേഹത്തിൻ്റെ സഹീഫയിലെ നന്മകളുടെ വലുപ്പം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിലൂടെയാണ് ഈ പറഞ്ഞ ആളുകൾ ഒക്കെ ഇസ്ലാമിലേക്ക് എത്തിയത് എന്നത് അദ്ദേഹത്തിൻ്റെ മഹത്തരമായ പദവിയിൽപ്പെട്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ ആദ്യകാലങ്ങളിൽ മറ്റ് സഹാബികളിൽ നിന്ന് അദ്ദേഹം വേറിട്ടുന്ന മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം നൽകിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് അദ്ദേഹം നൽകിയ പ്രതിരോധമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനുമാത്രം ജാഹിലിയ കാലം, ഒരാൾ എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ കാണാം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മാ അക്സർ മാ റഅയ്ത ഖുറൈശൻ അസ്ഹാബത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുറൈശികളിൽ നിന്ന് നേരിട്ട ഏറ്റവും കടുത്ത പീഡനം താങ്കൾ കണ്ടത് ഏതാണ്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഞാൻ കഅബയുടെ അരികിലിരിക്കുകയായിരുന്നു, ഖുറൈശികളിൽപ്പെട്ട കുറേ ആളുകൾ ഒപ്പമുണ്ട്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, മാ റഅയ്നാ മിസ്ല മാ സബർന അലൈഹി മിൻ ഹാദ റജുലി ഖത്ത്. മുഹമ്മദിൻ്റെ കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ക്ഷമിച്ചു നിൽക്കുന്നത് പോലെ വേറെ ഒരാളുടെ കാര്യത്തിൽ ഇതുവരെ നമ്മൾ ക്ഷമിച്ചിട്ടില്ല. കാരണം നമ്മളെ ദീനിനെ കുറ്റം പറയുന്നു, നമ്മളെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും നടപടി സ്വീകരിച്ചിട്ടില്ല. സഫഹ അഹ്ലാമന വശതമ ആബാഅന വആബ ദീനന വഫറഖ ജമാഅതന. നമുക്ക് വിവരമില്ലെന്നാണ് അവൻ പറയുന്നത്, നമ്മുടെ ദീന് ശരിയല്ലെന്നാണ് പറയുന്നത്, നമ്മുടെ പ്രപിതാക്കന്മാർ മുൻഗാമികൾ അവരുടെ വഴി തെറ്റാണെന്നാണ് അവൻ പറയുന്നത്, നമ്മളെ ഐക്യം ഇല്ലാതാക്കി ചെയ്തു. ലഖദ് സബർന മിൻഹു അലാ അംറിൻ അദീം. ഇങ്ങനെ ഇവൻ്റെ കാര്യത്തിൽ ക്ഷമിക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? അങ്ങനെ അവർ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കയറി വന്നു. ഒരു കഅബയിലാണ്, കഅബയുടെ അടുത്താണ്. അവിടുന്ന് നേരെ വന്നു, കഅബയുടെ റുക്കൻ പോയി ചുംബിച്ചു, കഅബയുടെ റുക്കൻ സ്പർശിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ആരംഭിച്ചു. ഈ കൂട്ടം ആളുകളുടെ അടുത്തെത്തിയപ്പോൾ അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ കളിയാക്കാൻ തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു അംർ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അതിൻ്റെ പ്രയാസം ഞാൻ കണ്ടു. കളിയാക്കണവർ. രണ്ടാമതൊരിക്കൽ കൂടി എത്തിയപ്പോൾ വീണ്ടും അവർ പരിഹസിച്ചു. മൂന്നാമത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തസ്മഊന യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ കേട്ടുകൊള്ളുക, അമാ വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖദ് ജിഅ്തുകും ബിദ്ദബ്ഹ്. നിങ്ങൾ കേട്ടുകൊള്ളുക, നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് വരാനിരിക്കുന്നത് നിങ്ങളെ തകർക്കുന്ന കാര്യമായിരിക്കും. പിൽക്കാലത്ത് വരാനിരിക്കുന്ന യുദ്ധങ്ങൾ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. ഇത് കേട്ടപ്പോൾ അവർക്കത് വലിയ പ്രയാസമുണ്ടാക്കി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സാലിഹാണ്, അമീനായി അവർക്കിടയിൽ അറിയപ്പെട്ട ആളാണ്, ഒരു കടുത്ത വാക്ക് പറയാറില്ല. ഇങ്ങനെ ഒരാളടുത്ത് ഒരു വാക്ക് കേൾക്കേണ്ടി വന്നത് അവർക്ക് പ്രയാസമുണ്ടാക്കി. അവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, സറിഫ് യാ അബൽ ഖാസിം, തിരിച്ചു പോകുക. വല്ലാഹി മാ കുൻത ജഹൂലൻ, താങ്കൾ ഒരിക്കലും ഒരു പ്രയാസമുണ്ടാക്കുന്ന കാര്യം ചെയ്യാറില്ലാത്ത ആളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തിരിച്ചുപോയി. അടുത്ത ദിവസമായി അവർ ആ ദിവസവും
കഅബയുടെ വശങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലെ മുഹമ്മദ് നിങ്ങളോട് പറഞ്ഞ മറുപടിക്ക് നിങ്ങൾ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല, അതിന് വേണ്ടതൊന്നും ചെയ്തില്ല, ഇന്ന് അങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തിയപ്പോൾ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളഞ്ഞു. അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അൻതല്ലദീ തഖൂലു കദ വകദ, മുഹമ്മദ് നീയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങളെ ആലിഹത്തുകളെ ആരാധിക്കാൻ പാടില്ല, നീയാണ് പറയുന്നത്. അവിടുന്ന് ഷുജാ ആയിരുന്നു, അവിടുന്ന് അങ്ങേറ്റ് ധൈര്യമുള്ള ആളായിരുന്നു. ദഅവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയ ധൈര്യം സുബ്ഹാന അജീബാൻ. അവിടുന്ന് പറഞ്ഞു, നഅം അനല്ലദീ അഖൂലു ബിഹി, അതെ ഞാൻ തന്നെ അങ്ങനെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസ്ത്രം കൊണ്ട് കൂട്ടിപ്പിടിച്ചു. ഇത് കണ്ടുകൊണ്ട് വന്നെത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ തടയുകയും അദ്ദേഹം കരഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കുകയും ചെയ്തു, തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണോ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഖുർആനിൽ വന്ന ആയത്താണത്, ഖുർആനിൽ വന്ന വാക്കാണത്. ആരാടത് പറഞ്ഞത്? ഫിർഔനിൻ്റെ ജനതയിൽ ഈമാൻ മറച്ചു വെച്ച ഒരു മനുഷ്യൻ മൂസാ നബിനെ കൊല്ലാൻ വേണ്ടി ഫിർഔൻ തീരുമാനമെടുത്തപ്പോൾ ഈമാൻ മറച്ചു വെച്ച ആളായിരുന്നു. പക്ഷേ ഫിർഔൻ മൂസയെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു എന്ന് കണ്ടപ്പോൾ ഫിർഔനിൻ്റെ കൂട്ടരിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം തൻ്റെ ഈമാൻ ആ സന്ദർഭത്തിൽ പരസ്യമാക്കി. അദ്ദേഹം പറഞ്ഞു, തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണോ നിങ്ങൾ ഒരാളെ കൊല്ലുന്നത്? ഈ വാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹം അവരെ തടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിടുകയും അബൂബക്കറിനെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ്. ചില റിവായത്ത് ഇതിൻ്റെ ഈ സംഭവം അതിൻ്റെ അസല് ബുഖാരിയിലുണ്ട്. പക്ഷെ അതിൻ്റെ ചില വിശദാംശങ്ങൾ വേറെ ചില കിതാബുകൾ വന്നിട്ടുണ്ട്. അതിൽ കാണാം, അബൂബക്കറിനെ അവർ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അദ്ദേഹത്തെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരികയും ചെയ്തു എന്നാണ്. അദ്ദേഹത്തെ അതിനുമാത്രം അവർ മർദ്ദിക്കുകയും ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിലെ കിതാബുകളിൽ കാണാം. ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഖലീഫയായിരിക്കെ ഒരിക്കൽ അദ്ദേഹം മിമ്പറിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളോട് ചോദിച്ചു, അയ്യുഹന്നാസ് അഖ്ബിറൂനി ബി അഷ്ജഇന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധൈര്യമുള്ളത് ആർക്കാണ് എന്ന് ജനങ്ങളെ നിങ്ങൾ ആരെയാണ് കാണുന്നത്? ഏറ്റവും ധൈര്യമുള്ള ആളാരാണ്? അപ്പോൾ അവർ പറഞ്ഞു, അൻത യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് താങ്കളാണ്. അലി ഇബ്നു അബി ത്വാലിബിൻ്റെ ചരിത്രം എടുത്താൽ യാ സുബ്ഹാനല്ലാഹ് അജബായ ധൈര്യത്തിൻ്റെ ചരിത്രങ്ങൾ കാണാം. വെറുതെ അദ്ദേഹത്തിന് ഹൈദർ എന്ന പേര് നൽകപ്പെട്ടത്. അദ്ദേഹം യുദ്ധങ്ങളിൽ പുലർത്തിയ ധൈര്യം അത്ര അത്ഭുതകരമായിരുന്നു. ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത് സഹാബികൾ പറഞ്ഞതായി കാണാം. താലൂത്തും ജാലൂത്തും, ദാവൂദ് ജാലൂത്തിനെ തകർത്ത ചരിത്രമാണ് അലിയുടെ ചരിത്രത്തിൽ ചില സംഭവങ്ങൾ വായിച്ചാൽ അല്ലെങ്കിൽ അത് കണ്ട ആളുകൾക്ക് അനുഭവപ്പെട്ടത്. അത്രയും ധൈര്യം കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു അദ്ദേഹം റളിയല്ലാഹു അൻഹു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നിങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി മാ ബറസ്തു അഹദൻ ഇല്ല തസഫ്തു മിൻ, എൻ്റെ കാര്യം ഞാൻ എന്നോട് നേർക്ക് നേരെ ഒരാൾ മുട്ടാൻ വന്നാൽ ശരിയാണ്, ഞാൻ അയാൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാറുണ്ട്. എന്നാൽ ധൈര്യം കൊണ്ട് ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ആളാരാണ്? അവർ പറഞ്ഞു, ആരാണ് ഞങ്ങൾക്കറിയില്ല, താങ്കളല്ലാതെ പിന്നെ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ദാക അബൂബക്കറൻ, അത് അബൂബക്കറായിരുന്നു റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബദർ യുദ്ധത്തിൻ്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞങ്ങളൊരു കൂടാരം പണിതു നൽകി, അവിടത്തേക്ക് ബദറിൽ യുദ്ധത്തിന് മുൻപ് താമസിക്കാൻ വേണ്ടി. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, മൻ യകൂനു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇതിന് കാവൽ നിൽക്കാൻ ആരുണ്ട്? ബദർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങൾ തൊട്ടപ്പുറത്തുണ്ട്, ഇത്തിരി 1000 വരുന്ന സൈന്യം അപ്പുറത്തുണ്ട്. അവിടുന്ന് ഒരു കൂടാരത്തിനുള്ളിലാണ്, ഇതിന് കാവൽ നിൽക്കാൻ ആരുണ്ട്? ആ സന്ദർഭത്തിൽ അബൂബക്കർ അല്ലാതെ മറ്റൊരാളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒപ്പം നിൽക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട് മക്കയിലായിരിക്കെ. മുശ്രിക്കീങ്ങൾ
അവിടുത്തെ ഉപദ്രവിക്കുകയും തള്ളുകയും പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ വേണ്ടി അബൂബക്കർ അല്ലാതെ മറ്റൊരാളും അടുത്തേക്ക് ചെല്ലാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, വൈലക്കും അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്നതിൻ്റെ പേരിലാണോ നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത്? എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം കരഞ്ഞു, മുഖം മറച്ചു പിടിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉഷിദുക്കും ബില്ലാഹ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അമുഅ്മിനു ആലി ഫിർഔന ഖൈറുൻ അം അബൂബക്രിൻ? ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ, നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ, ഫിർഔനിന്റെ കൂട്ടരിൽപ്പെട്ട ഒരു മുഅ്മിന്റെ ചരിത്രം, അദ്ദേഹമാണോ ഉത്തമൻ അതല്ല അബൂബക്കർ സിദ്ദീഖാണോ ഉത്തമൻ? അദ്ദേഹമാണോ ഖൈർ അതല്ല അബൂബക്കർ സിദ്ദീഖാണോ ഖൈർ? ഖുർആനിൽ അള്ളാഹു ചരിത്രം പറഞ്ഞ ആളാണ്. അപ്പോൾ ആളുകളൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഫവല്ലാഹി ലസാഅത്തും മിൻ അബീ ബക്രിൻ ഖൈറുൻ മിൻ മിൽഇൽ അർദി മിൻ മുഅ്മിനി ആലി ഫിർഔൻ. ഫിർഔനിന്റെ കൂട്ടരിൽപ്പെട്ട ആ ഈമാൻ മറച്ചു വെച്ച ഖുർആനിൽ വിവരിക്കപ്പെട്ട ആ മനുഷ്യനുണ്ടല്ലോ, അതുപോലെയുള്ള ആളുകൾ ഭൂമി നിറയെ ഉണ്ടാകുന്നതിനേക്കാൾ ഖൈർ അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു മണിക്കൂർ നേരത്തെ അല്ലെങ്കിൽ ഒരു കുറച്ചു സമയം നേരത്തെ ജീവിതമാണ്. അതിനേക്കാൾ ഖൈറാണ്, ഉത്തമമാണ്. ഭൂമി നിറയെ ഇവരെ പോലെ അദ്ദേഹത്തെ പോലെ ആൾക്കാരുണ്ടാവുന്ന മുഅ്മിനു ആലി ഫിർഔനിലുള്ള അതിനേക്കാൾ വലിയ സ്ഥാനമാണ് അബൂബക്കർ സിദ്ദീഖിന്റെ കുറച്ചു സമയത്തിനുള്ളത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, വഹാദ കതമ ഈമാനഹു വഹാദ അഅലന ഈമാനഹു. മറ്റേയാൾ ഈമാൻ മറച്ചു വെക്കുകയാണ് ചെയ്തത്. അബൂബക്കർ ഈമാൻ പുറത്തു പറഞ്ഞാൽ കൊല്ലപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈമാൻ പുറത്തു പറയുകയാണ് ചെയ്തത് റളിയല്ലാഹു അൻഹു. മാത്രമല്ല സിന്ധി അദ്ദേഹം പറഞ്ഞു, മുഅ്മിനു ആലി ഫിർഔൻ അദ്ദേഹം നാവുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. അബൂബക്കർ ആകട്ടെ തൻ്റെ ശരീരം കൊണ്ട് തടുത്തു വെക്കുകയാണ് ചെയ്തത് റളിയല്ലാഹു അൻഹു. നാവുകൊണ്ട് സംസാരിക്കുകയും തടുത്തു വെക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്താൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രതിരോധിച്ച സംഭവങ്ങൾ അതിനു മാത്രമുണ്ട്. ഹിജ്റയുടെ ഘട്ടത്തിൽ അതുണ്ട്, ജിഹാദിൻ്റെ ഘട്ടങ്ങളിൽ അത് കാണാം. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയുടെ വേളയിൽ ഇൻഷാ അല്ലാഹ് ചരിത്രം ആ സമയത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അബൂബക്കറിനെ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൈബത്ത്, അവിടത്തേക്കുണ്ടായിരുന്ന പദവിയും സ്ഥാനവും മഹത്വവും സംരക്ഷിച്ച രൂപം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അവിടുന്ന് വഫാത്തായതിനു ശേഷം അവിടുത്തെ കൽപ്പനകൾ നിലനിർത്തുന്നതിൽ അബൂബക്കറിനെ സിദ്ദീഖ് സ്വീകരിച്ച ശക്തമായ സമീപനങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം പ്രതിരോധം ഒരുക്കിയതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് സഹായമായി നിലകൊണ്ടിരുന്നതും അബൂബക്കറിനെ സിദ്ദീഖാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്താൽ ധാരാളക്കണക്കിന് അടിമകളെ തൻ്റെ പണം കൊണ്ട് അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടയാളാണ് മുഅദ്ദിനു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അബൂജഹലിൻ്റെ കയ്യിൽ നിന്നും ഉത്ബയുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുന്നത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. ബിലാലിനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ, ഉത്ബ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാ ഈ പാപത്തിനെ ഉപദ്രവിക്കുന്നത്? അയാൾ പറഞ്ഞു, അബൂബക്കർ നീയാണ് ഇവരെ നശിപ്പിച്ചത്, നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്തോ, അവനെ രക്ഷപ്പെടുത്തിക്കോ. അബൂബക്കറിനെ സിദ്ദീഖ് പറഞ്ഞു, എൻ്റെ അടുത്ത് ബിലാലിനേക്കാൾ ആരോഗ്യമുള്ള നിനക്ക് ഉപകാരം ചെയ്യുന്ന അടിമ വേറെ ഉണ്ട്, ഞാൻ അവനെ തരാം. എന്തുകൊണ്ട്? വിലയിൽ ബിലാലിനേക്കാൾ വിലയുള്ള ആളാണ്. അങ്ങനെ ഉത്ബ അവന് പകരം ബിലാലിനെ കൊടുത്തു റളിയല്ലാഹു അൻഹു, മോചിപ്പിച്ചു. എന്നിട്ട് സ്വന്തത്തിന് വേണ്ടി അദ്ദേഹം എടുത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും എന്തില്ല മോചിപ്പിച്ച അടിമകളെ സ്വന്തത്തിന് വേണ്ടി വെച്ചില്ല, അദ്ദേഹം മോചിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അബൂജഹലിനും ബിലാലിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ പങ്കുണ്ടായിരുന്നു എന്നാണ്. അത് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്തു, എന്നിട്ട് മോചിപ്പിച്ചു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം മോചിപ്പിച്ചു. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറയാറുണ്ടായിരുന്നു എന്നാണ്, അബൂബക്കറിൻ സയ്യിദുന അഅതഖ സയ്യിദന. അബൂബക്കറിൻ സയ്യിദുന, അബൂബക്കർ നമ്മുടെ സയ്യിദാണ്. അഅതഖ സയ്യിദന, നമ്മുടെ സയ്യിദിനെ മോചിപ്പിച്ചയാൾ അബൂബക്കറാണ് എന്ന്
ഉമർ ഇബ്നുൽ ഖത്താബ് പിന്നീട് പറയാറുണ്ടായിരുന്നു തന്നെ. അതുപോലെ തന്നെ അദ്ദേഹം മോചിപ്പിച്ച സഹാബിമാരിൽപ്പെട്ട ആളാണ് ആമിർ ഇബ്നു ഫുഹൈറ. അദ്ദേഹം അബൂബക്കർ മോചിപ്പിച്ച ആളാണ് ആമിർ ഇബ്നു ഫുഹൈറ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ സഹായം ചെയ്ത സഹാബിമാരിൽ ഒരാളാണ് ഈ പറഞ്ഞ ആമിർ ഇബ്നു ഫുഹൈറ. അതുപോലെ അബൂ ഫുക്കൈഹ, അതുപോലെ സന്നീറ റൂമിയ, ഇവരെയൊക്കെ മോചിപ്പിച്ചത് ആരാണ്? അബൂബക്കറിന് സിദ്ദീഖാണ്. അബൂബക്കർ ഈ അടിമകളൊക്കെ ഒരു ഭയങ്കര മുസ്തദഅഫീങ്ങളായ, അടിച്ചമർത്തപ്പെട്ട, യാതൊന്നിനും കഴിവില്ലാത്ത പാവങ്ങളായ അടിമകളായിരുന്നു. ഇവരെ അബൂബക്കർ മോചിപ്പിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന അബൂ ഖുഹാഫ അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങനെ ദുർബലരായ അടിമകളെ മോചിപ്പിക്കുന്നതിന് പകരം കുറച്ച് ശക്തിയും കഴിവുള്ള ആൾക്കാരെ മോചിപ്പിച്ചിരുന്നെങ്കിൽ അവർ നിന്നെ സഹായിക്കാനും പ്രതിരോധിക്കാനും നിനക്ക് അവരെ കിട്ടുമായിരുന്നു. അവരെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കിയാൽ കുറച്ചൊരു ആവതുള്ള ആൾക്കാരെ മോചിപ്പിച്ചിരുന്നെങ്കിൽ അവരെ കൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടാവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യാ അബതി ഇന്നമാ ഉരീദു മാ ഉരീദു ലില്ലാഹ്. വാപ്പ, ഞാനിത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഇവരുടെ സഹായം കിട്ടുന്നതിന് വേണ്ടിയല്ല. നോക്കണേ, ഏത് കാലഘട്ടം, ഇസ്ലാമിന് ആകെ എണ്ണിയാൽ തീരാവുന്ന കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ സമീപനം സ്വീകരിച്ചത്. അദ്ദേഹം, നിങ്ങൾക്കറിയാം, ഇസ്ലാമിക ചരിത്രം എടുത്താൽ 2 ഹിജ്റകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഹബഷയിലേക്കുള്ള ഹിജ്റയാണ്, മറ്റൊന്ന് മദീനയിലേക്കുള്ള ഹിജ്റയാണ്. അബിസീനയിലേക്കുള്ള ഹിജ്റയും മദീനയിലേക്കുള്ള. അബിസീനയിലേക്ക് ആദ്യത്തെ ഹിജ്റയുണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അബിസീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ച ആളായിരുന്നു. ആദ്യം ഒരു സംഘം ആളുകൾ ഹിജ്റ പോയി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം ഹബഷയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഹബഷയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അന്ന് ജിദ്ദയിൽ, മക്കയിൽ നിന്ന് ജിദ്ദ എനിക്കറിയാലോ, ജിദ്ദയിലേക്ക് പോയി അവിടെ നിന്ന് കടൽ മാർഗമാണ് അബിസീനയിലേക്ക് പോവുക. അപ്പം ആ വഴിയിലായിരുന്നു അദ്ദേഹം. ആ വഴിയിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ബർക്കുൽ ഗിമാദ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇബ്നു ദഗിന്ന എന്ന വ്യക്തി, അദ്ദേഹത്തെ മുശ്രിക്കുകളിൽപ്പെട്ട ആളായിരുന്നു, അദ്ദേഹം അബൂബക്കറിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അയ്ന തുരീദു അബൂബക്കർ, എങ്ങോട്ടാണ് പോകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അഖ്റജനി ഖൗമി, എൻ്റെ നാട്ടുകാരെന്നെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഫഅന ഉരീദു അൻ അസീഹ ഫിൽ അർദ് ഫഅഅ്ബുദ റബ്ബി, എവിടെയെങ്കിലും നാട്ടിൽ പോയിട്ട് അള്ളാഹിനെ ഇബാദത്ത് ജീവിക്കട്ടെ. അദ്ദേഹം അബ്സീനിയിലേക്കാണെന്ന് പറഞ്ഞില്ല, കാരണം നിങ്ങൾ മുശ്രിക്കാണ്. മക്കയിൽ പോയിട്ട് എങ്ങാനും പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും പോയി അള്ളാഹുവിനെ ഇബാദത്ത് ജീവിക്കട്ടെ, മക്കയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇബ്നു ദഗിന്ന അദ്ദേഹം പറഞ്ഞു, ഇന്ന മിസ്ലക ലാ യഖ്റുജു വലാ യുഖ്റജ്, നിങ്ങളെപ്പോലത്തെ ഒരാൾ നാട്ടിൽ നിന്ന് പോകാനും പാടില്ല, നാട്ടിൽ നിന്ന് നിങ്ങളെപ്പോലത്തെ ഒരാളെ പുറത്താക്കാനും പാടില്ല. ഫഇന്നക തക്സിബുൽ മഅദൂം, പാവപ്പെട്ടവരെ സഹായിക്കാൻ നിങ്ങളെ ഉള്ളൂ. വതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കൽ, പ്രയാസങ്ങൾ ബാധ്യതകൾ ഏറ്റ് അവരെ സഹായിക്കുന്നവരാണ്. വതഖ്റിദ് ദൈഫ്, അതിഥികളെ ആദരിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ്. വഅന ലക ജാർ ഫർജിഅ ഫഅബ്ദ് റബ്ബക ബിബിലാദിക്, അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് സംരക്ഷണം മക്കയിൽ വാഗ്ദാനം ചെയ്യുന്നു. മക്കയിലേക്ക് തിരിച്ചുപോയി അവിടെ തന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഈ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇബ്നു ദഗിന്ന അബൂബക്കറിനോട് എന്താണോ പറഞ്ഞത് ആ വാക്യങ്ങൾ വേറെ കിട്ടുന്നത് എവിടെ പറഞ്ഞേ? ഖദീജ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അതേ വാക്കാണ് ഇബ്നു ദഗിന്ന ആരോട്? അബൂബക്കറിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഒരു സ്വഭാവത്തിലെ സാമ്യത നിങ്ങൾക്ക് ഇതിൽ കാണാം. അതേ വാക്ക് വ്യത്യാസമില്ലാന്ന്. എന്താണോ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട് പേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടുത്തെ ആശ്വസിപ്പിക്കാൻ എന്താണോ പറഞ്ഞത് അതേ വാക്കാണ് ഇബ്നു ദഗിന അദ്ദേഹം അബൂബക്കറിനോട് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു മക്കയിലേക്ക് വന്നു. ഇബ്നു ദഗിന അദ്ദേഹം
ഖുറൈശികളോട് പോയി പറഞ്ഞു, അബൂബക്കറിനെ പോലെ ഒരാളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും, എൻ്റെ സംരക്ഷണത്തിലാണ്. അത് നിങ്ങൾക്കറിയാം, അറബികൾക്കിടയിൽ ഈ സംവിധാനമുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് സംരക്ഷണം നൽകിയാൽ ആ സംരക്ഷണം നൽകിയ ആളെ ഉപദ്രവിച്ചാൽ ഇയാളെ ഉപദ്രവിച്ചതുപോലെ അയാളുടെ ഗോത്രം ഒന്നാകെ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ നാട്ടിൽ വലിയ സ്ഥാനവും പദവിയുള്ള ഒരാൾ സംരക്ഷണം നൽകിയാൽ പിന്നെ അയാളെ തൊടാൻ ഒരാൾ ധൈര്യം കാണിക്കില്ല. അങ്ങനെ ഇബ്നു ദഗീന അത് പറഞ്ഞു. ഖുറൈശികൾ അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അവർ പറഞ്ഞു, മുർ അബാ ബക്രിൻ ഫലിയഅ്ബുദ് റബ്ബഹു ഫിദ്ദാർ. അബൂബക്കർ ഇവിടെ ജീവിച്ചോട്ടെ, പ്രശ്നമില്ല, പക്ഷേ അവൻ്റെ ഇബാദത്തും മറ്റു കാര്യങ്ങളും ഒക്കെ വീട്ടിൽ ചെയ്താൽ മതി, പുറത്തേക്ക് എടുക്കരുത്. ഫൽയുസല്ലി വൽയഖറഅ മാ ശാഅ വലാ യുഅദീന ബിദാലിക്. നിസ്കരിക്കേ ഓത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ നമ്മളെ അടുത്തേക്ക് ഇത് കൊണ്ടുവരരുത്. വലാ യസ്തഅലിൻ ബിഹി, ഇത് പരസ്യമായി ചെയ്യാനും പാടില്ല. ഫഇന്നാ ഖദ് ഖശീന അൻ യഫ്തിന ആബാഅന വനിസാഅന. ഇവൻ ഖുർആൻ ഓതിയിട്ട് നമ്മളെ ബാപ്പാമാരെയും നമ്മളെ പെണ്ണുങ്ങളെയും വഴികേടിലാക്കുന്ന ഞങ്ങൾക്ക് പേടിയുണ്ട്. കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ ഖുർആൻ പറയാനോ സ്ത്രീകൾ കേൾക്കാൻ വരുന്നതാണ്. അദ്ദേഹത്തിന് ഖുർആൻ ഒത്തു കേൾക്കാൻ വേണ്ടിയിട്ട് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടിട്ട് കുറേ ആൾക്കാർ മാറിയിരുന്നേ. മാത്രമല്ല, അദ്ദേഹത്തിനൊരു കച്ചവട സ്ഥലമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനം പദവിയും കാരണത്താലും നല്ല സ്വഭാവം കാരണത്താലും ആൾക്കാർ ഈ സ്ഥലത്ത് വന്നിരിക്കും. അത് മുഖേനയാണ് പല ആൾക്കാർ മുസ്ലിമായത്. അങ്ങനെ വന്നിരുന്നിട്ട് മനുഷ്യരുടെ നല്ല സ്വഭാവം നല്ല പെരുമാറ്റവും എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് നോക്കും നിങ്ങൾ. അങ്ങാടിയിലും കച്ചവടത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിക്കണം. കച്ചവടം മാത്രമല്ല ഈ ചെയ്യുന്നത്, അതിനോടൊപ്പം നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രതിനിധികൾ കൂടിയാണ്. ഇസ്ലാമിന് ഖൈറുണ്ടാവുക എന്നുള്ളത് നിങ്ങളെ കൊണ്ടുണ്ടാവേണ്ട കാര്യമാണ്. വിശ്വസ്തതയും മറ്റു കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, കച്ചവടത്തിൽ അത് പാലിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ദീനിൻ്റെ അടയാളങ്ങൾ പാലിക്കുന്നവരിത് ശ്രദ്ധിക്കണം. ശരി, അങ്ങനെ ഇബ്നു ദഗീന അദ്ദേഹം അബൂബക്കറിനോട് ഈ കാര്യം പറഞ്ഞു, വീട്ടിൽ നിന്ന് നിസ്കരിക്കണം, പുറത്ത് നിസ്കരിക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബൂബക്കറിന് തോന്നി, അദ്ദേഹം ചെറിയൊരു കെട്ടിടം പുറത്ത് പണിതു, അവിടെ നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്ത്രീകളും കുട്ടികളൊക്കെ അദ്ദേഹം ഖുർആൻ ഓതി കരയുന്നത് കാണാൻ വേണ്ടിയിട്ട്, ഖുർആൻ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കും. ഇത് കണ്ടതോടെ മുശ്രിക്കുകൾ അവർ വീണ്ടും ഇളകി. അവർ ഇബ്നു ദഗീനയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അന്നേ കരാർ പറഞ്ഞതാണ്, വീട്ടിനുള്ളിൽ നിന്ന് ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, പുറത്തേക്ക് ഇത് കാണിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇബ്നു ദഗീന അബൂബക്കറിനെ സിദ്ദീഖിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതാ ഒരു കാര്യമുണ്ട്, നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞതാണ്, വീട്ടിൽ നിന്ന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ പുറത്ത് വെച്ച് ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, പരസ്യമായിട്ട് എൻ്റെ സംരക്ഷണ കരാർ അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. കാരണം മുശ്രിക്കുകൾ എന്നെ പ്രയാസപ്പെടുത്തുന്നവർ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അബൂബക്കറിനെ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, ഇന്നി അറുദ്ദു ഇലൈക ജിവാറക വഅർദാ ബിജിവാരില്ലാഹി വറസൂലില്ലാഹ് വഇന്നി അർദാ ബിജിവാരില്ലാഹ്. താങ്കളുടെ സംരക്ഷണം ഞാൻ താങ്കൾക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം എനിക്ക് മതിയായതാണ്. അദ്ദേഹം പിന്നീട് അതിലാണ് നിലകൊണ്ടത് എന്ന് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. സമയ ആയിട്ടില്ല. എത്ര നേരണ്ടേ? അല്ല, എന്ത് ചായ എന്തുണ്ട് തന്നെ ഇല്ലേ? പിന്നെ മക്ക കാലഘട്ടത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം ഇസ്രാ മിഅ്റാജിൻ്റെ ചരിത്രമാണ്. പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് കുറഞ്ഞ സമയങ്ങൾക്ക് മുൻപാണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് വരെ ഒരു രാത്രിയുടെ ചെറിയൊരു സമയം കൊണ്ട് അവിടെ നിന്ന് പോയി എന്നതാണ്. മിഅ്റാജ് എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് യാത്ര ചെയ്തു എന്നതാണ്. ഈ സംഭവം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചെത്തി. ഒറ്റ ചെറിയ രാത്രിയുടെ ചെറിയ സമയം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടുന്ന് ഈ സംഭവം ഖുറൈശികളെ അറിയിച്ചതോടുകൂടി അവർ പരിഹാസം ആരംഭിച്ചു. പറയുമ്പോൾ ഇത്രയും കാലം പറഞ്ഞത് ഏറ്റവും വിചിത്രമായ കാര്യം ഇപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാർ തലയിൽ കൈവച്ച് ചിരിക്കാൻ തുടങ്ങി, ചിലർ ചിരിച്ചു മറിഞ്ഞു. കിതാബുകൾ കാണാതെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട്
അവിടുത്തെ മുൻപിൽ പരിഹാസം കൊണ്ട് ചിരിച്ചു മറിഞ്ഞു എന്നാണ്. ചില ഇസ്ലാം സ്വീകരിച്ച ചില ആളുകൾക്ക് ഇത് ഫിത്നയായി, അവർ ഇസ്ലാം ഉപേക്ഷിച്ചു പോയി. ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല. അങ്ങനെ ഖുറൈശികൾ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് കൂട്ടമായി ചെന്നു. അവർ അബൂബക്കറിനോട് പറഞ്ഞു, മുഹമ്മദ് പുതുതായി പറഞ്ഞ വർത്തമാനം നീ കേട്ടോ? അദ്ദേഹം ചോദിച്ചു, എന്താണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, ഇതാ രാത്രിയുടെ ഒരു ചെറിയ സമയം കൊണ്ട് കഅബയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് വരെ പോയി എന്നാണ് പറയുന്നത്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശ്വസിക്കാനുള്ള അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തത്. കാരണം അവിടുന്ന് ഇന്നുവരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദമായി അവർക്ക് വിവരിച്ചു കൊടുത്തു. അവിടെ പോയ ആൾക്കാർ അവർ പറഞ്ഞു, അതേ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്തു വരുന്ന ഒരു യാത്രാ സംഘത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അവർ മക്കയിലേക്ക് എത്തിയിട്ടില്ല, വഴിയിലാണ്. അതും കൃത്യമായി അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ പുലർന്നു. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വിശ്വസിക്കാനുള്ള വഴികൾ അവിടുന്ന് മുന്നിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഏതായാലും നിഷേധിക്കാനാണ് ഉണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ഈ ചരിത്രം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചരിത്രം അബൂബക്കറിനോട് പറയുന്നത് ആരാണ്? മുശ്രിക്കുകളാണ്. അവരെങ്ങനെയായാലും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അത് എങ്ങനെയൊക്കെ വിചിത്രമാക്കാനും വികൃതമാക്കാനും സാധിക്കുമോ അങ്ങനെയൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. അവ ഖാല ദാലിക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവ ഖാല ദാലിക്. സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനിൻ്റെ ചോദ്യം ഇത് മാത്രമായിരിക്കണം. ഒരു ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അവ ഖാല ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതേ എന്നാണ് നിനക്ക് കിട്ടുന്ന ഉത്തരമെങ്കിൽ അടുത്ത ഉത്തരം അബൂബക്കർ പറഞ്ഞ ഉത്തരമായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് സത്യമാണ്. അപ്പം അതല്ലാതെ വേറെ വാക്ക് നീ പറയരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിന് മുൻപിൽ അതല്ലാത്ത ഒരു മറുപടി ഉണ്ടായി. കാരണം അവിടുന്ന് അമീനു മൻ ഫിസ്സമാ, ആകാശത്തുള്ള റബ്ബ് തൻ്റെ ദൗത്യം വിശ്വസിച്ചേൽപ്പിച്ച വിശ്വസ്തനാണ്. അവിടുന്ന് ഒരിക്കലും കളവ് പറയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരിക്കലും തെറ്റായ ഒരു കാര്യം പറയില്ല. അള്ളാഹുവിൻ്റെ വഹയല്ലാതെ അവിടെ സംസാരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്നറിഞ്ഞാൽ സഹോദരങ്ങളെ ഒരിക്കലും സംശയിക്കരുത്. അവിടുത്തെ വാക്കിനോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും വാക്കിനോളം ഒരാളുടെയും വാക്കിനെ നിങ്ങൾ ബലാൽപ്പിക്കരുത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു. കാരണം നബിയാണ്, അവിടുന്ന് റസൂലാണ്. അത് അബൂബക്കറിനെ വേറിട്ട് നിർത്തിയ കാര്യമില്ല. ചിലർ പറഞ്ഞത് ഇതിന് ശേഷമാണ് അദ്ദേഹം സിദ്ദീഖ് എന്ന പേര് നൽകപ്പെട്ടതെന്ന്. ഈ സംഭവത്തിന് ശേഷം നോക്കൂ, അദ്ദേഹം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിനോട് പോയിട്ട് പറഞ്ഞു, നബി ഇത് പുറത്ത് പറയണോ, ആൾക്കാർ ഇപ്പം ഇന്നത്തെ കാലത്ത് നോക്കൂ നിങ്ങൾ, ദഅവത്തിൻ്റെ മസ്ലഹത്ത് എന്ന പേരിൽ ദഅവത്തിൻ്റെ ഖൈർ, ദീനിൻ്റെ എത്ര കാര്യങ്ങളാണ് കൂട്ടിമാറ്റിക്കൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നത്. ദീന് നിനക്ക് വളക്കാൻ പറ്റില്ല. എന്താണോ ഉള്ളത് നിനക്ക് ചില സമയത്ത് ഇത് പറയാൻ പറ്റുന്നില്ലായിരിക്കും, പിന്നെ പറയേണ്ടെന്നല്ലാതെ ദീൻ ഒരിക്കലും അള്ളാഹു റസൂൽ പറഞ്ഞതിന് തെറ്റിച്ച് പറയാൻ പറ്റില്ല. ഒരാൾക്ക് വേണ്ടി പറയാൻ പറ്റില്ല. ആൾക്കാർ പറയണം എൻ്റെ ജീവൻ പോകുമെന്ന് പറഞ്ഞാൽ ദീൻ മാറ്റി പറയാൻ പറ്റില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ ദീനാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇന്ന് ആളുകൾ നമുക്ക് ഏത് കാലഘട്ടമാണിത്? മക്കയിലാണ് ഈ ജീവിക്കുന്നത്. അള്ളാഹു അവിടുത്തോട് കൽപ്പിച്ചത് പറയണം എങ്കിൽ പറയണം, അതിൽ പിന്നെ വേറെ വർത്തമാനമില്ല. യാ അയ്യുഹൻ നബി ബല്ലിഗ് മാ ഉൻസില ഇലൈക് വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹ്. നബിയെ, അള്ളാഹു അങ്ങയോട് കൽപ്പിച്ചത് അങ്ങ് എത്തിച്ചു കൊടുക്കുക. അത് അങ്ങ് എത്തിച്ചു നൽകിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സന്ദേശം താങ്കൾ ഏറ്റെടുത്ത പ്രകാരം മുറപ്രകാരം നിറവേറ്റിയിട്ടില്ല. അള്ളാഹുവിൻ്റെ ദീൻ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആൾക്കാർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജിന്നുകളെ, മലക്കുകളെ അല്ലെങ്കിൽ ഗൈബിയായ വിശ്വാസങ്ങളെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. എന്താണോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്
ദുനിയാവിലെ സർവ്വശാസ്ത്രജ്ഞരും പറയുന്നത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞാലും നബി പറഞ്ഞത് ഒരിക്കലും തെറ്റുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർക്ക് തെറ്റുപറ്റാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ ഒരിക്കലും തെറ്റുണ്ടാവില്ല. ഇതായിരിക്കണം നിന്റെ ചോദ്യം. അവ കാലദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇൻ കാലദാലിക ലഖദ് സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സത്യമാണ്. മുശ്രിക്കുകളിൽ ചിലർ ഇത് കേട്ടപ്പോൾ അവർക്ക് അത്ഭുതമായി തോന്നി. അവർ പറഞ്ഞു, ഈ പറഞ്ഞതിലും നീ മുഹമ്മദിനെ വിശ്വസിക്കുകയാണോ? ഈ പറഞ്ഞത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ആ കാലഘട്ടത്തിൽ വിമാനം ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് വിമാനം എന്തെങ്കിലുമൊക്കെ വേഗതയിൽ പോയിരുന്ന സാധനങ്ങൾ നീരിക്കാം. അന്ന് ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് 2 മാസം വഴിദൂരം ഒട്ടകത്തിന് പുറത്ത് കയറി കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുക, ആകാശത്തുകൂടെ മനുഷ്യന് പറക്കുക എന്നുള്ളൊരു കാര്യം എങ്ങനെ ചിന്തിച്ചാലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അവരിത് കേൾക്കുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, തഅജബൂന മിൻ ദാലിക്, നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ അത്ഭുതമുണ്ടോ? ഫഇന്നി ഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്, എങ്കിൽ ഈ പറഞ്ഞതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊന്നിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സദ്ദിഖുഹു ഫീ ഖബരിസ് സമാ യഅതീഹി റൗഹതൻ ഔ ഗദ്വതൻ, ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദേശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് സന്ദേശം വരുന്നുണ്ട്, രാവിലെയും വൈകുന്നേരം വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് വിശ്വസിക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ സന്ദേശമാണ് അവിടത്തേക്ക് ലഭിക്കുന്നത് എങ്കിൽ എന്തൊരു അത്ഭുതമുള്ളത്? ഒരത്ഭുതം. ഈ സംഭവം അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് നൽകപ്പെടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതായിരുന്നു. ശൈഖുൽ ഇസ്ലാം അദ്ദേഹം പറഞ്ഞേക്കാണ്, ഇസ്റാ മിഅ്റാജ് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലതി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇസ്റാ മിഅ്റാജിൻ്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞു, സാദിഖായ സത്യസന്ധരായ മുഅ്മിനീങ്ങൾ ആരാണ് എന്ന പരിശോധനയാണ്, കള്ളന്മാരാരാണ് എന്ന പരിശോധനയാണ്. അത് ഹിജ്റക്ക് തൊട്ട് മുൻപ് നടക്കുന്നത്, അതിനുശേഷമാണ് ഹിജ്റ ഉണ്ടാകുന്നത്. ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ആ സമയത്ത് സംഭവിച്ചത്. അതിനുശേഷമാണ് പിന്നെ ഹിജ്റ ഉണ്ടാകുന്നത്. ഇസ്റാ മിഅ്റാജ് സംഭവിക്കുന്നത് ഒരു യഥാർത്ഥ ശുദ്ധി, ഹിജ്റക്ക് മുമ്പുള്ളൊരു ശുദ്ധീകരണമാണ്. ആരാണ് യഥാർത്ഥത്തിൽ വിശ്വസിച്ചത്, ആരാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കാത്തത്? ഇസ്റാ മിഅ്റാജ് ഇന്നും നിങ്ങൾ വായിച്ചാൽ അതൊരു പരീക്ഷണമാണ്. ഇസ്റാ മിഅ്റാജിൻ്റെ ഹദീസ് ഇന്ന് നിങ്ങൾ വായിച്ചാലും അതൊരു പരീക്ഷണമാണ്. കാരണം അത്രയും അത്ഭുതകരമായി ഇന്നും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ യാഥാർത്ഥ്യം എന്താണ്, അതിൻ്റെ പരിപൂർണ ചിത്രം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഭാവനയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര അത്ഭുതകരമായ ചരിത്രമാണ് ഇസ്റാ മിഅ്റാജിൻ്റെ ചരിത്രം. അപ്പം ഇന്നും നമ്മൾ ആലോചിച്ചാൽ അത് അത്ഭുതകരമായ കാര്യമാണ്. ഇന്നും അത് പരീക്ഷണം തന്നെയാണ്. അപ്പം ആ പരീക്ഷണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിജയകരമായി പൂർത്തീകരിച്ചു എന്നതാണ് ചരിത്രത്തിലുള്ളത്. മക്ക കാലഘട്ടത്തിലുള്ള മറ്റൊരു സംഭവം റോമക്കാരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലാണുള്ളത്. മുസ്ലിമീങ്ങൾ മക്കയിലായിരിക്കെ അവർ തൗഹീദുള്ള ആൾക്കാരാണ്, അഹ്ലു കിതാബുകാരാണ്, ഖുർആൻ നൽകപ്പെട്ട ആളുകളാണ്. അവർക്ക് ആ അർത്ഥത്തിൽ കൂടുതൽ അടുപ്പമുള്ളത് നസാറാക്കളോടാണ്, റോമക്കാരോട്. കാരണം അവരും കിതാബ് നൽകപ്പെട്ട നസ്രാനികളാണ്. മുശ്രിക്കുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഖീദയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് പേർഷ്യക്കാരാണ്. കാരണം അവർ ഒരു അഗ്നി ആരാധകരായിരുന്നു, മക്കയിലെ മുശ്രിക്കുകളോട് സാമ്യതയുള്ളവരായിരുന്നു. പേർഷ്യക്കും റോമക്കും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ റോമക്കാർ വലിയ പരാജയം നേരിട്ടു. അവർ ഈ അടുത്ത കാലത്തൊന്നും ഇനി തിരിച്ചു വരുമെന്ന് തോന്നാത്ത വിധത്തിലുള്ള പരാജയം, കഠിനമായ പരാജയം ഉണ്ടായി. ഇത് സംഭവിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവർ മുസ്ലിമീങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അവർ കണ്ടില്ലേ, നിങ്ങൾ അഹൽ കിതാബാണെങ്കിൽ അല്ല, അവിടുത്തെ ഒരു അഹൽ കിതാബിനെ അഗ്നിയാരാധകർ തകർത്തതുപോലെ ഞങ്ങൾ നിങ്ങളെയും തകർക്കുന്നതാണ്.
ഇത് നമ്മൾ തമ്മിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഇത് ദുഃഖമുണ്ടാക്കി. അപ്പോഴാണ് സൂറത്ത് റൂം അവതരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഗുലിബത്ത് റൂം, റോമക്കാരിതാ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവർ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ വീണ്ടും വിജയിക്കുന്നതാണ്. ഫി ബിദ്ഇ സിനീൻ, ബിദ്ഇ സിനീൻ, സിനീൻ എന്ന വർഷങ്ങൾ, ബിദ്ഇ എന്ന് പറഞ്ഞ ചില്ലാനം, 3-നും 9-നും ഇടയിലുള്ള സംഖ്യക്കാണ്, അല്ലെങ്കിൽ 3-10 താഴെയുള്ള സംഖ്യക്കാണ് ബിദ്ഇ എന്ന് പറയുക. അങ്ങനെ ഈ ആയത്ത് അവതരിച്ചു. അബൂബക്കറിനെ സിദ്ദീഖ് ഈ ആയത്ത് മക്കയിൽ പോയി പരസ്യമായി ഊതി. ഇത് കേട്ടപ്പോൾ മുശ്രിക്കുകൾ അവരിൽ ചിലർ അവർ വന്നിട്ട് പറഞ്ഞു, റോമക്കാർ വിജയിക്കുമെന്നാണല്ലേ നിങ്ങളുടെ വാക്ക്, ശരി എങ്കിൽ നമുക്ക് പന്തയം വെക്കാം. ആ കാലഘട്ടത്തിൽ പന്തയം നിരോധിക്കപ്പെട്ടിട്ടില്ല, ഇസ്ലാമിൽ അത് വിലക്കപ്പെട്ട കാലഘട്ടമല്ല. അങ്ങനെ അവർ പന്തയം വെച്ചു. അപ്പൊ എത്ര വർഷത്തിനുള്ളിൽ വിജയിക്കും എന്നൊരു കണക്ക് വേണമല്ലോ. ബിദ്ഇ എന്ന വാക്ക് യഥാർത്ഥത്തിൽ 3-നും 9-നും ഇടയിലാണ്. അപ്പൊ അവർ ഇടയിലൊരു സംഖ്യ വെച്ചു, 5 അതല്ലെങ്കിൽ 6 ഇടയിലെ സംഖ്യ വെച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പന്തയുണ്ട്. പന്തയം എത്ര തുകക്കാണ് എന്നതിലൊക്കെ ചില കിതാബുകൾ ചിലത് കാണാതൊക്കെ സനദിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഈ പന്തയം ഉണ്ടായി. പക്ഷേ 5 വർഷമോ അല്ലെങ്കിൽ 6 വർഷമോ ഇതിനുള്ളിൽ റോമക്കാർ വിജയിച്ചില്ല. ഇതിൽ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പന്തയത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അലാ ജഅൽതഹു ഇലാ ദൂൻ. ഖുർആനിൽ വന്നത് ബിദ്ഇ എന്നല്ല, ബിദ്ഇ എന്ന് പറഞ്ഞാൽ 10-ൽ താഴെയുള്ള സംഖ്യയാണ്. അതിൽ താഴെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇവരെന്ത് ചെയ്താ ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യ, മധ്യത്തിലുള്ള സംഖ്യ എടുത്തത്. ഖുർആനിൽ വന്നത് ബിദ്ഇ എന്നാണ്. ബിദ്ഇ എന്ന് പറഞ്ഞാൽ 10-ൽ താഴെയാണ്. അതിൽ താഴെയുള്ളത് എന്ന് പറഞ്ഞുകൂടായിരുന്നോ? പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദൈബിയ സന്ധിയുടെ വേളയിലാണ്, ചിലർ പറഞ്ഞു ബദറിലാണ്, ഹുദൈബിയ എന്നാണ് അല്ലാഹു അഅലം കൂടുതൽ മനസ്സിലാവും. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ റോമക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി. അതിൽ പാഠമുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ പന്തയം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരിക്കലും തൻ്റെ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായില്ല. കാരണം ബിദ്ഇ എന്നുള്ള ഖുർആനിൽ അതേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മളൊന്നും മനസ്സിലാക്കേണ്ട. ആൾക്കാർ ചിലപ്പോൾ ഖുർആനോ ഹദീസോ തെറ്റായി മനസ്സിലാക്കും, എന്നിട്ട് അതിൻ്റെ പേരിൽ ആൾക്കാരോട് തർക്കിക്കും. എന്നിട്ട് എന്തെങ്കിലും അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീനിലേക്ക് ചേർത്തി വെക്കും. നീ മനസ്സിലാക്കിയില്ല തെറ്റുകൊണ്ട് സംഭവിച്ചത് ഖുർആനിൻ്റെ ഹദീസിൻ്റെ കുറവല്ല, നീ മനസ്സിലാക്കുന്നതിലെ പ്രശ്നം തിരുത്തുകയാണ് വേണ്ടത്. ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജവാബ് സഹീൽ ഇത് എടുത്തു കൊടുത്ത്, ഈ സംഭവം എടുത്തു കൊടുത്തേക്കാണ്. ഇത് കിതാബുകൾ വന്നിട്ടുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. ഇനിയുള്ള സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം നിർവഹിച്ച ഹിജറയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചധികം ഉണ്ട്. ഞാൻ ചായ കുടിച്ചിട്ട് പോരെ അല്ലേ? അത്രയല്ലേ ഉറക്കം വന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് നിസ്കാരത്തിന് ശേഷം തുടരാൻ ഇൻഷാ അല്ലാഹ്. വല്ലാഹു അഅലം.